പുറപ്പാട് പുസ്തകം 33-ാമത്തെ അധ്യായം. അതിൻ്റെ ചില വാക്യങ്ങളാണ് നാം ഇവിടെ വായിച്ചത്. 17 മുതൽ 23 വരെയുള്ള വാക്യങ്ങൾ. ഇന്ന് രാത്രി ആ വേദഭാഗത്ത് നിന്ന് ഒരു വാക്യത്തോടുള്ള ബന്ധത്തിലാണ് സംസാരിക്കാൻ ആഗ്രഹിക്കുന്നത്. 21-ാമത്തെ വാക്യം നമ്മുടെ കീ വേഴ്സായി ഉപയോഗിക്കാൻ ആഗ്രഹിക്കുക. ഇതാ, എൻ്റെ അടുക്കൽ ഒരു സ്ഥലമുണ്ട്, അവിടെ ആ പാറമേൽ നീ നിൽക്കണം. ഇതാ, എൻ്റെ അടുക്കൽ ഒരു സ്ഥലമുണ്ട്. ദൈവം പറയുന്നതാണ്, മോശയോട് പറയുകയാണ്, അവിടെ ആ പാറമേൽ നീ നിൽക്കണം. പ്രാർത്ഥിക്കുക. വാഴ്ത്തപ്പെട്ട ദൈവമേ, സ്വർഗീയ പിതാവേ, അനേക നാളുകളായി ദേശത്തിന് അനുഗ്രഹമായി നീ അനുവദിച്ച് നടത്തിക്കൊണ്ടിരിക്കുന്ന ഈ കൺവെൻഷനായി സ്തോത്രം. ദേശത്ത് കഴിഞ്ഞ നാളുകളിൽ ദൈവത്തിൻ്റെ ഏറിയ കൃപ വ്യാപരിക്കുന്ന സന്ദർഭമായി ഈ കൺവെൻഷനെ അങ്ങ് ഉപയോഗിച്ചിട്ടുണ്ട്. ഞങ്ങളുടെ പിതാക്കന്മാരെയും അവരിൽ കൂടെ നടന്ന ആ ശുശ്രൂഷകളെയും ഞങ്ങൾ ഓർത്ത് അങ്ങേക്ക് സ്തോത്രം ചെയ്യുന്നു. പിന്തുടർച്ചക്കാരായി ഈ ഭൂമിയിൽ ജീവിപ്പാൻ ഞങ്ങൾക്ക് ഭാഗ്യം തന്നതുകൊണ്ട് സ്തോത്രം. ഈ ഭദ്രാസനത്തിന് നേതൃത്വം കൊടുക്കുന്ന ഞങ്ങളുടെ അഭിവന്യ സഫർഗൻ തിരുമേനിക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു. ഏറിയ ചുമതല നിർവഹിക്കാൻ ആരോഗ്യവും ശക്തിയും ഉയരത്തിൽ നിന്നുള്ള ജ്ഞാനവും ധാരാളമായി തുടർന്നും കൊടുക്കണമേ. കർത്താവേ, ഇന്ന് വചനം ശുശ്രൂഷിക്കുന്ന പ്രിയപ്പെട്ട അടിയനെ നിൻ്റെ കരത്തിൽ ഏൽപ്പിക്കുന്നു. ഹൃദയത്തിന് ശുദ്ധിയും അധരത്തിന് ശക്തിയും തരയണം. അങ്ങയുടെ നാമം മഹിമയെടുക്കണം. കേൾക്കുവാൻ നിൻ്റെ ജനത്തെ നീ സഹായിക്കണം. കർത്താവ് ഞങ്ങളുടെ നടുവിൽ എഴുന്നള്ളണം. ക്രിസ്തു യേശുവിൻ്റെ നാമത്തിൽ തന്നെ. പ്രധാനപ്പെട്ട സെറിമണീസ് അല്ലെങ്കിൽ പ്രത്യേക സന്ദർഭങ്ങളിൽ നമുക്ക് ഒരു ക്ഷണക്കത്ത് ലഭിക്കുന്നത് ഏറെ സന്തോഷമാണ്. ആ ഇൻവിറ്റേഷൻ അയക്കുന്ന ആളിൻ്റെ ശ്രേഷ്ഠത അനുസരിച്ച് നമുക്കതിന് തൂക്കവും കൊടുക്കുന്ന ഒരു പതിവ് നമുക്കുണ്ട്. ദേശത്തെ ഒരു പ്രധാനി നമുക്ക് ഒരു ക്ഷണക്കത്ത് നൽകിയാൽ അത് നമ്മൾ സന്തോഷത്തോടെ അത് സ്വീകരിക്കും. വിശേഷാൽ തലപ്പത്തിരിക്കുന്നവരൊക്കെ നമ്മെ ക്ഷണിക്കുമ്പോൾ അത് നമ്മൾ വളരെ സന്തോഷിക്കും. ഇവിടെ അഖിലാണ്ടത്തിൻ്റെ ഉടയവനായ ദൈവം, പഴയ നിയമത്തിൽ വെളിപ്പെട്ട യഹോവയായ ദൈവം മോശയ്ക്ക് ഒരു പ്രത്യേക ഇൻവിറ്റേഷൻ കൊടുക്കുന്നു. അതുകൊണ്ട് ഞാനിതിനെ വൺ ഓഫ് ദ ഗ്രേറ്റസ്റ്റ് ഇൻവിറ്റേഷൻസ് എന്ന് പറയുന്നു. വലിയ ഒരു ക്ഷണമാണ് മോശയ്ക്ക് ലഭിക്കുന്നത്. ഇതാ, എൻ്റെ അടുക്കൽ ഒരു സ്ഥലമുണ്ട്, അവിടെ ആ പാറമേൽ നീ നിൽക്കണം. ദൈവത്തോട് ചേർന്നിരിക്കുവാൻ, അടുത്തിരിക്കുവാൻ ദൈവം ഒരുക്കി കൊടുക്കുന്ന സന്ദർഭം. എത്ര വലിയ പദവിയാണ്! ആ സ്ഥലത്തിൻ്റെ പ്രത്യേകത ഒന്ന് ശ്രദ്ധിക്കുക. പ്ലേസ് ക്ലോസ് ടു ഗോഡ്. എൻ്റെ അടുക്കൽ ഒരു സ്ഥലം. അത് നാം ഏറെ സന്തോഷിക്കുന്നതാണ്. ദൈവത്തോട് ചേർന്നിരിക്കുന്നത് ഏറെ നല്ലത് എന്ന് 73-ാം സങ്കീർത്തനക്കാരൻ പറഞ്ഞിട്ടുണ്ട്. രണ്ടാമത് ആ സ്ഥലത്തെക്കുറിച്ച് പറഞ്ഞിരിക്കുന്നത് പാറമേലെന്നാണ്. ഇറ്റ് ഈസ് എ വെരി സെക്യൂർ പ്ലേസ്. നല്ല സ്ഥലം എന്ന് മാത്രമല്ല, ആ സ്ഥലം ഭദ്രതയുള്ളൊരു സ്ഥലമാണ്. മൂന്നാമത് ആ സ്ഥലത്തെക്കുറിച്ച് പറഞ്ഞിരിക്കുന്നത് ഇതാ, ബിഹോൾഡ് എന്നൊരു വാക്കാണ്. ഒരുക്കപ്പെട്ട സ്ഥലമാണ്. വന്നു കഴിഞ്ഞ് ഒരുക്കുന്നതല്ല, വരുന്നതിന് മുമ്പേ ഒരുക്കപ്പെട്ട സ്ഥലം, പ്രിപ്പയർഡ് പ്ലേസ്.
ദൈവം കരുതിയ സ്ഥലം. ഇത് ഈ മോശയെ ഏറെ ശ്രദ്ധേയനാക്കി. ആവർത്തന പുസ്തകം 34-ാമത്തെ അധ്യായത്തിൻ്റെ 10-ാമത്തെ വാക്യത്തിൽ മോശയെക്കുറിച്ച് ഒറ്റ വാക്യത്തിൽ ശ്രേഷ്ഠകരമായി വർണ്ണിച്ചിട്ടുണ്ട്. മോശ പ്രവർത്തിച്ച ഭയങ്കര കാര്യമൊക്കെയും വിചാരിച്ചാൽ യഹോവ അഭിമുഖമായി അറിഞ്ഞ മോശയെപ്പോലെ ഒരു പ്രവാചകനും ഇസ്രയേലിൽ പിന്നെ ഉണ്ടായിട്ടില്ല. മോശയെ എല്ലാ ജനങ്ങളിൽ നിന്നും വ്യത്യസ്തനായി പുറത്തേക്ക് കൊണ്ടുവരികയാണ്. മോസസ് ഈസ് സ്റ്റാൻഡിങ് ഔട്ട് ആസ് എ വെരി സ്പെഷ്യൽ പേഴ്സൺ. ശ്രദ്ധേയനായ ഒരു മനുഷ്യനായി പുറത്തേക്ക് വരികയാണ്. ഭയങ്കര കാര്യങ്ങൾ, ഗ്രേറ്റ് തിങ്സ്. യഹോവ അഭിമുഖമായി സംസാരിച്ച മോശ, ദൈവത്തോട് ചേർന്നിരുന്ന ദൈവികമായ ഹിതങ്ങൾ അറിഞ്ഞ മനുഷ്യൻ, ഒരു പ്രവാചകൻ. ആ പ്രവാചകനെ പോലെ വേറൊരു പ്രവാചകൻ പിന്നീട് ഉണ്ടായിട്ടില്ല എന്നും അവിടെ പറഞ്ഞിരിക്കുന്നു. മോശയുടെ ആ ശ്രേഷ്ഠതയാണ് അവിടെ വർണ്ണിച്ചിരിക്കുന്നത്. മോശയുടെ ജീവിതത്തെ പൊതുവായി നോക്കുമ്പോൾ മോശയ്ക്ക് എല്ലാ കാലത്തും ഏത് സന്ദർഭത്തിലും അദ്ദേഹത്തിനൊരു സന്ദേശം ഉണ്ടായിരുന്നു. അദ്ദേഹത്തിൻ്റെ അടുക്കൽ വരുമ്പോൾ ഞാൻ ആലോചിക്കട്ടെ എന്ന് പറയേണ്ട ആവശ്യമില്ല. പ്രതിസന്ധികളുമായി ഇസ്രയേലിലെ മൂപ്പന്മാർ തൻ്റെ അടുക്കൽ വരുമ്പോൾ തനിക്ക് പറയുവാൻ സന്ദേശം ഉണ്ടായിരുന്നു. ഹി ഹാഡ് മെസ്സേജ് ഫോർ ഓൾ ടൈംസ്. എല്ലാ കാലത്തിനും അനുയോജ്യമായ സന്ദേശം അദ്ദേഹത്തിനുണ്ടായിരുന്നു. പ്രതിസന്ധികളും പ്രശ്നങ്ങളുമായി വരുമ്പോൾ അതിനെല്ലാം ഒരു പരിഹാരം അദ്ദേഹത്തിൻ്റെ പക്കലുണ്ടായിരുന്നു. സൊല്യൂഷൻ ടു പ്രോബ്ലംസ്. നല്ല നേതൃത്വത്തിൻ്റെ ചില ലക്ഷണങ്ങളാണ്. മറ്റുള്ളവരെ കൊണ്ട് കഴിയാത്തത് എൻ്റെ അടുക്കൽ കൊണ്ടുവരിക എന്ന് പറയത്തക്കവണ്ണമുള്ള ധൈര്യം എല്ലായ്പ്പോഴും എല്ലാവർക്കും ഉണ്ടാകുകയില്ല. നിങ്ങളെ കൊണ്ട് സാധ്യമാകാത്തത് എൻ്റെ അടുക്കൽ കൊണ്ടുവരിക എന്ന് മോശ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ എത്ര ശ്രദ്ധേയനായ ഒരു മനുഷ്യൻ. മോശയെക്കുറിച്ച് മാത്രം പ്രത്യേകമായി പറഞ്ഞിട്ടുള്ളൊരു കാര്യമാണ്. മോശ ദൈവത്തോടുകൂടെ 40 രാവും 40 പകലും ചെലവഴിച്ച് താഴോട്ടിറങ്ങി വരുമ്പോൾ മോശയുടെ ത്വക്ക് പ്രകാശിച്ചു. ദൈവികമായ തേജസ് കൊണ്ട് തൻ്റെ മുഖം പ്രകാശിച്ച ഒരു ഭക്തനായ മനുഷ്യനാണ് മോശ. അപ്പോൾ മോശയെ ഈ പദവിയിലേക്ക് ഉയർത്തിയത് ദൈവത്തോടുകൂടെ ഇങ്ങനെ ഇരുന്ന ഒരു അനുഭവമാണ്. ഇങ്ങനെ ഒരു പദവിയിലേക്ക് ആ മനുഷ്യൻ ഉയർത്തപ്പെടാൻ ദൈവത്തിൻ്റെ കരുണയാണ്. നാം വായിച്ച വേദഭാഗത്ത് ശ്രദ്ധിച്ചാൽ എനിക്ക് കരുണ തോന്നണം എന്ന് തോന്നുന്നവനോട് ഞാൻ കരുണ കാണിക്കുന്നു എന്നാണ് പറഞ്ഞത്. യോഗ്യതയൊന്നുമില്ല എങ്കിൽ തന്നെ മോശയെ ഈ പദവിയിലേക്ക് ദൈവം ക്ഷണിക്കുവാൻ ചില കാരണങ്ങളുണ്ട് എന്ന് എനിക്ക് തോന്നുന്നു. അത് നമുക്ക് ഒരുമിച്ച് ചിന്തിക്കുവാൻ. നമ്മുടെ ആധ്യാത്മിക ജീവിതം ഇന്നിവിടെ മുഖവരിയായി ബഹുമാനപ്പെട്ട അച്ഛൻ പറഞ്ഞപ്പോൾ നമുക്ക് നഷ്ടപ്പെട്ടു പോയ ആധ്യാത്മികത തിരിച്ചു പിടിക്കണം എന്ന് ഒരു സന്ദേശത്തെ ഉദ്ധരിച്ചുകൊണ്ട് പറയുകയുണ്ടായി. പലപ്പോഴും വിശ്വാസികളുടെ ജീവിതത്തിൽ ഈ സാധാരണ ജീവിതം, മീഡിയോക്കർ ലൈഫ് എന്ന് പറയും, അങ്ങനെ ഒരു ക്രിസ്തീയ ജീവിതം കൊണ്ട് തൃപ്തിപ്പെടുത്തുന്നവരാണ് നാം. ദൈവം അതല്ലല്ലോ ആഗ്രഹിക്കുന്നു. കൊരിന്തിലെ വിശ്വാസികളോട് അപ്പസ്തലൻ പറഞ്ഞു, നിങ്ങളോട് ഇപ്പോഴും ശിശുക്കളോടെന്ന പോലെ എനിക്ക് സംസാരിക്കാൻ കഴിയുന്നുള്ളൂ. നിങ്ങൾ വളരെ മച്യൂർ ആകേണ്ട, പക്വത പ്രാപിക്കേണ്ടവരാണ്. എന്നാൽ നിങ്ങൾ പക്വത പ്രാപിച്ചില്ല. ദൈവത്തിന് വലിയ ആഗ്രഹമാണ് നമ്മെ ആത്മീകമായി വളർത്തുവാൻ, ദൈവത്തോട് അടുപ്പിക്കുവാൻ, ഇപ്പറഞ്ഞതുപോലെ ദൈവത്തിന് അടുത്തിരിക്കുവാൻ, ദൈവത്തിൻ്റെ അരുളപ്പാട് കേൾക്കുവാൻ, ദൈവഹിതം അനുസരിച്ച് ജീവിപ്പാൻ, ദൈവത്തിൻ്റെ ഹിതം ഭൂമിയിൽ പ്രവർത്തിപ്പാൻ നമ്മെക്കുറിച്ച് ദൈവം ആഗ്രഹിക്കുന്നു. ആ പദവിയിലേക്ക് ഉയർന്നു വരാൻ മോശയ്ക്ക് കഴിഞ്ഞു എന്നുള്ളത് തൻ്റെ ജീവിതത്തെ ഏറെ ധന്യമാക്കി എന്ന് മനസ്സിലാക്കുവാൻ കഴിയും. എന്തുകൊണ്ടായിരിക്കാം ചില ചിന്തകൾ നിങ്ങളുടെ മുമ്പിൽ വയ്ക്കുവാൻ ആഗ്രഹിക്കുന്നു. ദൈവത്തോടുള്ള കൂട്ടായ്മ ഹൃദയത്തിൻ്റെ ഉള്ളിൽ വളരെ ആഗ്രഹിച്ച ഒരു മനുഷ്യനാണ് മോശ. ഹി ഡിസൈർഡ് ഫെലോഷിപ്പ്
വിത്ത് ഗോഡ്. 32-ാമത്തെ അധ്യായത്തിൽ മോശ പർവ്വതത്തിൽ നിന്ന് ഇറങ്ങി വരുവാൻ താമസിക്കുന്നു എന്നാണ് പറഞ്ഞിരിക്കുന്നത്. പർവ്വതത്തിൽ കയറിപ്പോയി ദൈവത്തോടുകൂടെ ചേർന്നിരിപ്പാൻ. പുറപ്പാട് പുസ്തകം 20-21 അതിൻ്റെ വേറൊരു ധ്വനി കാണാൻ കഴിയും. മോശയോ ദൈവം ഇരുന്ന ഇരുളിന് അടുത്ത് ചെന്നു. ഇരുട്ടായിരുന്നു എന്നല്ല, ഇറ്റ്സ് എ ഹിഡൻ പ്ലേസ്, മറഞ്ഞിരിക്കുന്ന സ്ഥലം, അവിടേക്ക് കയറി ചെന്നു എന്ന് പറഞ്ഞിരിക്കുന്നു. പുറപ്പാട് 24-1-2 ജനം, നേതാക്കന്മാരെല്ലാം ദൂരത്ത് നിന്ന് നമസ്കരിച്ചപ്പോൾ യോശുവയും മോശയും 24-13 പർവ്വതത്തിൽ കയറി എന്ന് പറഞ്ഞിട്ടുണ്ട്. കയറിപ്പോവുക എന്ന് പറയുമ്പോൾ അതിനകത്ത് ഒരു ശാരീരികമായ അധ്വാനം ഉള്ളതുപോലെ തന്നെ ദൈവസാന്നിധ്യത്തിന് വേണ്ടി ആഗ്രഹിക്കുന്ന ഒരാളിന് അതിൻ്റേതായിട്ടുള്ള ഒരു ബന്ധപ്പാടുണ്ട്, അല്ലെങ്കിൽ അതിനൊരു ട്രയലുണ്ട് എന്നുള്ളതിന് സംശയമൊന്നുമില്ല. ദൈവത്തോട് ചേർന്നിരിക്കുന്ന അനുഭവം. മോശ ദൈവത്തിൻ്റെ അടുക്കൽ കയറി ചെന്നു. ഈ 32-ാമത്തെ അധ്യായം വായിക്കുമ്പോൾ എൻ്റെ ശ്രദ്ധയെ ആകർഷിച്ചൊരു കാര്യമുണ്ട്. മോശ പർവ്വതത്തിൽ നിന്ന് ഇറങ്ങി വരാൻ താമസിക്കുന്നു. കയറിപ്പോകാൻ അദ്ദേഹത്തിന് ഏറെ വ്യഗ്രതയായിരുന്നു, ഇറങ്ങി വരാൻ അദ്ദേഹത്തിന് വലിയ താമസമായിരുന്നെന്ന് ഞാൻ ചിന്തിക്കുന്നു. പലപ്പോഴും നാം നേരെ തിരിച്ചാണ്. ദൈവത്തോട് അടുത്തിരിക്കുവാൻ, ദൈവസന്നിധിയിലേക്ക് ചെല്ലുവാൻ നാം താമസിക്കും. എന്നാൽ അധികം താമസിയാതെ അവിടെ നിന്ന് ഇറങ്ങിപ്പോരാനാണ് നമുക്ക് ബന്ധപ്പാട്. മോശയുടെ ജീവിതം വളരെ വ്യത്യസ്തമാണ്. തൻ്റെ ഹൃദയം വേറെ ആഗ്രഹിച്ചു ദൈവത്തോട് ചേർന്നിരിക്കാൻ. ദൈവസന്നിധിയിൽ ഇരിക്കുന്നത് എത്ര നാളുകൾ കഴിഞ്ഞാലും അവിടെ സന്തോഷത്തോടെ ഇരിപ്പാൻ താൻ ആഗ്രഹിക്കുന്നു. ഡിസൈറിങ് എ ഫെലോഷിപ്പ് വിത്ത് ഗോഡ്. 63-ാം സങ്കീർത്തനത്തിൽ എൻ്റെ ഉള്ളം നിനക്കായി വാഞ്ചിക്കുന്നു. നമ്മൾ പാടുമ്പോൾ പാടുന്ന ഒരു പാട്ടുണ്ട്, യേശുവോട് ചേർന്നിരിക്കുന്നത് എത്ര മോദമേ. അല്പനേരം ആ വാചകം ഒന്ന് ശ്രദ്ധിച്ചു നോക്കണം. യേശുവോട് ചേർന്നിരിക്കുന്നത് എത്ര മോദം, എത്ര സന്തോഷമെന്നാണ് അതിൻ്റെ അർത്ഥം. പലപ്പോഴും പാടുമ്പോൾ നാം പാടിപ്പോകുന്നെങ്കിലും അതിൻ്റെ അർത്ഥം നാം ഗ്രഹിക്കാറില്ല. ഏതോ ഒരു ഭക്തൻ അത് എഴുതിയപ്പോൾ അദ്ദേഹത്തിൻ്റെ ഹൃദയത്തിൻ്റെ ഏറ്റവും വലിയ സന്തോഷം കർത്താവിനോട് ചേർന്നിരിക്കുന്നതായിരുന്നു. മറിയ ബഥാന്യയിലെ ഭവനത്തിൽ കർത്താവിൻ്റെ പാദപീഠത്തിൽ ഇരുന്നപ്പോൾ അവൾ ഒരു നല്ല അംശം തിരഞ്ഞെടുത്തു എന്ന് യേശുതമ്പുരാൻ പറഞ്ഞിട്ടുണ്ടല്ലോ. അപ്പോൾ കർത്താവിനോട് ചേർന്നിരുന്ന് ദൈവത്തിൻ്റെ വചനം ശ്രദ്ധിക്കുവാനും ദൈവികമായിട്ടുള്ള ആലോചനകൾ കേൾക്കുവാനുള്ള ഹൃദയത്തിൻ്റെ വാഞ്ച. 27-ാം സങ്കീർത്തനത്തിൽ മനോഹരമായ ഒരു വാക്യമുണ്ട്. ഇപ്രകാരമാണ് 27-ാം സങ്കീർത്തനത്തിൽ പറഞ്ഞിരിക്കുന്നത്, യഹോവയുടെ മനോഹരത്വം കാണുവാനും ഞാൻ യഹോവയോട് ഒരു കാര്യം അപേക്ഷിച്ചു, അത് തന്നെ ആഗ്രഹിക്കുന്നു. 4-ാം വാക്യം, യഹോവയുടെ മനോഹരത്വം കാണുവാനും അവൻ്റെ മന്ദിരത്തിൽ ധ്യാനിപ്പാനും എൻ്റെ ആയുഷ്കാലമൊക്കെയും യഹോവയുടെ ആലയത്തിൽ പാർക്കേണ്ടതിനും തന്നെ. ഒരു കാര്യം ഞാൻ ആഗ്രഹിക്കുന്നു, യഹോവയുടെ മനോഹരത്വം കാണുവാൻ, അവൻ്റെ മന്ദിരത്തിൽ ധ്യാനിപ്പാൻ, എൻ്റെ ആയുഷ്കാലമൊക്കെയും യഹോവയുടെ ആലയത്തിൽ വസിപ്പാൻ. ക്ലോസ് ഫെലോഷിപ്പ് വിത്ത് ഗോഡ്, ദൈവത്തോട് ചേർന്നിരിക്കുന്ന അനുഭവം. പഴയകാല ഭക്തന്മാർക്കുണ്ടായിരുന്ന ധ്യാന ജീവിതവും ദൈവസന്നിധിയിൽ ഇരിക്കുന്ന അനുഭവവും ദൈവത്തോടുള്ള സഹവാസവും ആധുനിക വിശ്വാസ സമൂഹത്തിൽ നിന്ന് ഏറെ നഷ്ടപ്പെട്ടിരിക്കുകയാണ്. കഴിഞ്ഞ കാലങ്ങളിലൊക്കെ അവരുടെ ചരിത്രമൊക്കെ പരിശോധിച്ച് നോക്കിയാൽ കർത്താവിനോട് അടുത്തിരിക്കുവാൻ അവരുടെ ഹൃദയത്തിൽ വലിയ താല്പര്യമായിരുന്നു. 84-ാം സങ്കീർത്തനക്കാരനും അത് തന്നെയല്ലയോ പറയുന്നത്, എൻ്റെ ഉള്ളം യഹോവയുടെ പ്രാകാരങ്ങളെ വാഞ്ചിച്ച് മോഹിച്ച് പോകുന്നു. എൻ്റെ ഹൃദയവും എൻ്റെ മാംസവും ജീവനുള്ള ദൈവത്തെ നോക്കി ഘോഷിക്കുന്നു. ഹൃദയത്തിൻ്റെ ആഗ്രഹം വെളിപ്പെടുത്തുകയാണ്. ഈ വാക്യങ്ങളൊക്കെ കേൾക്കുമ്പോൾ നമ്മുടെ ഹൃദയത്തിൽ അങ്ങനെ ഒരു ആഗ്രഹം, ആവേശമുണ്ടോ എന്ന് ശോധന ചെയ്യുന്നത് നല്ലതാണ്. 84-ാം സങ്കീർത്തനത്തിൻ്റെ 10-ാമത്തെ വാക്യത്തിൽ, നിന്റെ പ്രാകാരങ്ങൾ പാർക്കുന്ന ഒരു ദിവസം വേറെ 1000 ദിവസത്തേക്കാൾ ഉത്തമമാണ്.
ദുഷ്ടന്മാരുടെ കൂടാരങ്ങളിൽ പാർക്കുന്നതിനേക്കാൾ യഹോവയുടെ ആലയത്തിൻ്റെ വാതിൽ കാവൽക്കാരനായിരിക്കുന്നത് എനിക്ക് ഏറെ ഇഷ്ടം. അപ്പോൾ ദൈവത്തോടുള്ള സഖിത്വവും ദൈവത്തിൻ്റെ ഫെലോഷിപ്പും ആഗ്രഹിക്കുന്ന ഒരു മനുഷ്യൻ. ഹാനോക്കിനെ കുറിച്ച് നാം ചിന്തിക്കുന്ന വേദപുസ്തകത്തിൽ പറഞ്ഞിട്ടുണ്ടല്ലോ, ഹാനോക്ക് ദൈവത്തോട് കൂടെ നടന്നു. ഇതൊക്കെ ഒരു കാലത്തെ അനുഭവമാണെന്ന് നാം ഒരിക്കലും ചിന്തിക്കരുത്. ആധുനിക ഭക്തന്മാർക്ക് ദൈവം വെച്ചിരിക്കുന്ന ആത്മീക ജീവിതത്തിൻ്റെ വഴിയാണ് ദൈവത്തോട് കൂടെ ജീവിക്കുക. ലിവിങ് ഇൻ ദ പ്രസൻസ് ഓഫ് ഗോഡ്, പ്രാക്ടീസിങ് ദ പ്രസൻസ് ഓഫ് ഗോഡ് എന്നൊരു പുസ്തകം ബ്രദർ ലോറൻസ് എഴുതിയിട്ടുണ്ട്. അദ്ദേഹം ഒരു മൊണാസ്ട്രിയിൽ ജീവിച്ച ഒരു കത്തോലിക്ക സഹോദരൻ, ഒരു ബ്രദറാണ്. അദ്ദേഹത്തിന് ആ മൊണാസ്ട്രിയിൽ കൊടുത്തിരുന്ന ജോലി പാചകം ചെയ്യുക എന്നുള്ളതായിരുന്നു. എന്നാൽ അദ്ദേഹം ആ സമയത്ത് പറഞ്ഞൊരു വാചകമുണ്ട്, വെൻ ഐ ടേൺ ദ പാൻ കേക്ക് ഓവർ. പാൻ കേക്ക് അവരുടെ നാട്ടിലെ നമ്മുടെ ദോശ പോലെ ഒരു കാര്യമാണ്. ഞാനത് മറിച്ചിടുമ്പോൾ ഐ ക്യാൻ ഫീൽ ദ പ്രസൻസ് ഓഫ് ഗോഡ്, ദൈവത്തിൻ്റെ സാന്നിധ്യം ഞാൻ അനുഭവിക്കും. അപ്പോൾ അദ്ദേഹം ഒരു കുസിനിയിൽ ജോലി ചെയ്യുന്ന സമയത്ത് ആ മൊണാസ്ട്രിയിൽ മറ്റുള്ളവരെ ശുശ്രൂഷിക്കുമ്പോൾ അദ്ദേഹത്തിൻ്റെ ഹൃദയത്തിൽ പറയുകയാണ്, ഐ ക്യാൻ ഫീൽ ദ പ്രസൻസ് ഓഫ് ഗോഡ്. അപ്പോൾ അങ്ങനെ ഒരു ആത്മീക ജീവിതമുണ്ട്. അത് മോശയുടെ ജീവിതത്തിൽ ഉണ്ടായിരുന്നു, പഴയകാല ഭക്തന്മാരുടെ ജീവിതത്തിൽ ഉണ്ടായിരുന്നു. നമ്മുടെ പിതാക്കന്മാർ അത് അനുഭവിച്ചിട്ടുണ്ട്. അതിനെക്കുറിച്ചൊക്കെയാണ് അവർ പാടിയിട്ടുള്ളത്. അതിൽ നിന്നൊരു പാട്ടിൻ്റെ ഒരു ചരണമാണ് ഞാൻ പറഞ്ഞത്, ഒരു ലൈനാണ് പറഞ്ഞത്, യേശുവോട് ചേർന്നിരിക്കുന്നത് എത്ര മോദമേ. നമ്മുടെ ജീവിതത്തെ ഒന്ന് ശോധന ചെയ്യണം. പലപ്പോഴും ദൈവസാന്നിധ്യത്തിലേക്ക് നാം പോകുന്ന, അല്ലെങ്കിൽ ദൈവത്തോട് ചേർന്നിരിക്കാൻ നാം പോകുന്ന സന്ദർഭങ്ങൾ അറ്റൻഡൻസ് രജിസ്റ്റർ ചെയ്യാനുള്ള ഒരു സന്ദർഭമായി, അതായത് പോയി എൻ്റെ ഊഴം തീർക്കണം, അപ്പോൾ ഞാൻ അങ്ങനെ ദൈവത്തോട് ചേർന്നിരിക്കണം. അത് രാവിലത്തെ ധ്യാനമായാലും ആരാധനയായാലും ഇറ്റ് ഈസ് ജസ്റ്റ് മാർക്കിംഗ് അവർ അറ്റൻഡൻസ്. അങ്ങനെയായി നാം തീർന്നിരിക്കുകയാണ്, സ്റ്റിപ്പുലേറ്റഡ് ടൈമായി വെച്ചിരിക്കുകയാണ്. എന്നാൽ ഭക്തന്മാർക്ക്, ദൈവമക്കൾക്ക് ഒരു കാലത്തുണ്ടായിരുന്ന ദൈവത്തോട് ചേർന്നിരിക്കുവാനുള്ള ഒരു ആവേശം നമ്മുടെ ഉള്ളിൽ നിന്ന് നഷ്ടപ്പെട്ടു. ആത്മീകത നമ്മുടെ ഉള്ളിലേക്ക് വരണമെങ്കിൽ, ശക്തി നമ്മളിൽ ഉണ്ടാകണമെങ്കിൽ ദൈവത്തോട് ചേർന്നിരിക്കേണ്ടത് ആവശ്യമാണ്. മോശയെപ്പോലെ ബിസിയായിട്ടുള്ള, വളരെ തത്രപ്പാടുള്ളൊരു മനുഷ്യൻ വേറെ ഉണ്ടാകുമോ? 600,000 ജനത്തിൻ്റെ കാര്യങ്ങൾ നടത്തിയെടുക്കേണ്ട ഒരു മനുഷ്യൻ, അവരുടെ എല്ലാം കാര്യങ്ങൾക്ക് തീരുമാനമെടുക്കേണ്ട ഒരു മനുഷ്യൻ. ഒരു വിധത്തിൽ എന്തുമാത്രം ബദ്ധപ്പാട് അദ്ദേഹത്തിനുണ്ടായിരുന്നു. ബട്ട് ഹി ഹാഡ് ടൈം വിത്ത് ഗോഡ്. ദൈവത്തോട് ചേർന്നിരിക്കാൻ അദ്ദേഹത്തിന് സമയമുണ്ടായിരുന്നു. കർത്താവിൽ പ്രസിദ്ധനായ മാർട്ടിൻ ലൂതർ പറഞ്ഞത് എത്ര ശ്രദ്ധേയമാണ്. അദ്ദേഹം പറഞ്ഞു, ഐ ഹാവ് മെനി തിങ്സ് ടു ഡു ടുഡേ, സോ ഐ മസ്റ്റ് സ്പെൻഡ് 3 hours വിത്ത് ഗോഡ്. ഇന്ന് എനിക്ക് ഒരുപാട് കാര്യം ചെയ്യാനുണ്ട്, അതുകൊണ്ട് 3 മണിക്കൂറെങ്കിലും ഞാൻ ദൈവത്തോടു കൂടെ സമയം ചെലവഴിക്കണം. ദൈവസഭയുടെ ദിക്കിനെ തിരിച്ചുവിടാൻ, ആത്മീകതയിലേക്ക് ജനത്തെ തിരിച്ചുവിടാൻ, പുതുക്കം തരാൻ, നവീകരണം തരാൻ ആ ഭക്തനെ ഉപയോഗിച്ചതിൻ്റെ കാരണം ദൈവത്തോട് ചേർന്നിരിക്കുന്ന അനുഭവം, സ്പെൻഡിങ് ടൈം ഇൻ ഫെലോഷിപ്പ് വിത്ത് ഗോഡ്, ദൈവത്തോട് ചേർന്നിരിക്കുന്ന അനുഭവം. രണ്ടാമത് അദ്ദേഹത്തിൻ്റെ പ്രത്യേകത, ദൈവ സാന്നിധ്യത്തിന് അദ്ദേഹം പ്രീമിയം വില, ദൈവ സാന്നിധ്യത്തെക്കാൾ അധികം വിലയുള്ളതായി വേറെ ഒന്നും അദ്ദേഹം കൽപ്പിച്ചിരുന്നില്ല. പ്രസൻസ് ഓഫ് ഗോഡ്, ദൈവ സാന്നിധ്യം. നമ്മൾ പാടും സദാ നിൻ സാന്നിധ്യം വേണം താതാ. നമ്മുടെ ഈ ഹൃദയത്തിൻ്റെ ആഗ്രഹമായി പാടേണ്ടതാണ്, കർത്താവേ നിൻ്റെ സാന്നിധ്യം. ദൈവത്തിൻ്റെ ജനത്തെ പ്രത്യേക ജനമാക്കി മാറ്റിയത് എന്താണ്? പ്രത്യേകമായി അവരോട് പറഞ്ഞിട്ടുണ്ട്, നിങ്ങളുടെ സംഖ്യയുടെ വലിപ്പം കൊണ്ടൊന്നുമല്ല, നിങ്ങളുടെ പിതാക്കന്മാരുടെ പാരമ്പര്യം കൊണ്ടൊന്നുമല്ല. ഒരു സമയത്ത് പറഞ്ഞിട്ടുണ്ട്, നിങ്ങളുടെ പിതാവ് നദിക്കക്കരെ വെച്ച് അന്യദേവന്മാരെ ആരാധിച്ചവൻ തന്നെയായിരുന്നെന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ അതുകൊണ്ട് പാരമ്പര്യം കൊണ്ടോ അവരുടെ എണ്ണത്തിൻ്റെ പെരുപ്പം കൊണ്ടുമല്ല, ദൈവം അവരെ തിരഞ്ഞെടുത്തതാണ്. ഗോഡ് ചോസ് ദം. എന്നാൽ അവർക്ക് പ്രത്യേകത കൊടുത്തത് സംഖ്യാപുസ്തകം 23-ന്റെ 21-ാമത്തെ വാക്യത്തിൽ ഒരു പ്രത്യേക വാക്യം പറഞ്ഞിട്ടുണ്ട്. ഇസ്രയേൽ ജനത്തിൻ്റെ പ്രത്യേകതയെക്കുറിച്ച് ബിലയാം എന്ന് പറയുന്ന ജാതീയ പ്രവാചകൻ
ദൈവഹിതപ്രകാരം അരുളി ചെയ്തത് ഇപ്രകാരമാണ്: അവൻ്റെ ദൈവമായ യഹോവ, അതായത് ജനത്തിൻ്റെ ദൈവമായ യഹോവ അവനോട് കൂടെ ഇരിക്കുന്നു. അവൻ്റെ ദൈവമായ യഹോവ അവനോട് കൂടെ ഇരിക്കുന്നു. അതുകൊണ്ട് എന്ത് സംഭവിക്കുന്നു? താഴോട്ടുള്ള വാക്യങ്ങൾ അവിടെ ശ്രദ്ധിക്കണം. കാട്ടുപോത്തിൻ്റെ ബലം അവനുണ്ട്, രാജകോലാഹലം അവരുടെ നടുവിലുണ്ട്. ചേർന്ന് പറഞ്ഞിട്ടുണ്ട്, ആഭിചാരം അവന് പറ്റുകയില്ല, ലക്ഷണവിദ്യ ഇസ്രയേലിന് ഫലിക്കുകയുമില്ല. അപ്പോൾ ദൈവസാന്നിധ്യം കൊടുക്കുന്ന ശക്തി, അവർക്ക് ബലമുണ്ട്, അവർക്ക് സന്തോഷമുണ്ട്. ആഭിചാരമോ ലക്ഷണവിദ്യയോ അവർക്ക് ഫലിക്കയില്ല. ദൈവത്തിൻ്റെ സാന്നിധ്യത്തിന് വലിയ പ്രീമിയം, വലിയ വില മോശ കൊടുത്തിരുന്നു. അതിന് തെളിയിക്കുന്ന ഒരു കാര്യം 33-ാമത്തെ അധ്യായത്തിൽ ഉണ്ട്. ഇവർ കാളക്കുട്ടിയൊക്കെ ഉണ്ടായി ആരാധിച്ചു കഴിഞ്ഞപ്പോൾ ദൈവത്തിൻ്റെ കോപം ജനത്തിൻ്റെ മേൽ വന്നു. ജനത്തെ നശിപ്പിക്കാൻ ദൈവം തീരുമാനിച്ചു. നമ്മൾ ആ ഭാഗത്തേക്കൊക്കെ വരും. ഈ ജനത്തെ നശിപ്പിക്കുവാൻ ദൈവം തീരുമാനിച്ചെങ്കിലും മോശ അവർക്ക് വേണ്ടി അഭയയാചന കഴിച്ചു. ദൈവം അദ്ദേഹത്തിൻ്റെ പ്രാർത്ഥന കേട്ട് ജനത്തോട് ക്ഷമിച്ചു എന്ന് നാം വായിക്കുന്നു. എന്നാൽ ദൈവം കോപിച്ചു കഴിഞ്ഞപ്പോൾ 33-ാമത്തെ അധ്യായത്തിൽ ദൈവം പറയുകയാണ്, ഞാൻ ഈ ജനത്തെ അവർ പോകുന്ന വഴിയിൽ ഞാൻ അവരെ എത്തിക്കേണ്ട സ്ഥലത്ത് എത്തിക്കും. 33-ാമത്തെ അധ്യായത്തിൻ്റെ 2-ാമത്തെ വാക്യത്തിൽ, നീ കൊണ്ടുവന്ന ജനവും ഇവിടെ നിന്ന് പുറപ്പെട്ട് നിന്റെ സന്തതിക്ക് കൊടുക്കുമെന്ന് ഞാൻ അബ്രഹാമിനോടും ഇസ്ഹാക്കിനോടും യാക്കോബിനോടും സത്യം ചെയ്ത ദേശത്തേക്ക്, പാലും തേനും ഒഴുകുന്ന ദേശത്തേക്ക് തന്നെ പോകുവീൻ. അപ്പോൾ ദൈവം അവരെ കൊണ്ട് ചെന്ന് എത്തിക്കും എന്നവിടെ പറഞ്ഞിട്ടുണ്ട്. യാക്കോബിനോട് സത്യം ചെയ്ത ദേശത്തേക്ക് കൊണ്ടുപോകുവീൻ, ഞാനൊരു ദൂതനെ നിനക്ക് മുമ്പായി അയക്കും. അത് ആ ദേശത്തെ ഒന്ന് വർണ്ണിച്ചിട്ട് പറയുകയാണ്, ഞാൻ നിങ്ങളുടെ ശത്രുക്കളെ ഓടിച്ചു കളയും. അപ്പോൾ ദൈവം പ്രോമിസ് ചെയ്യാണ്, ഞാൻ നിങ്ങളെ എത്തിക്കേണ്ടിടത്ത് എത്തിക്കും, ഞാൻ നിങ്ങളുടെ വഴിയിൽ കൂടെയിരിക്കും, ശത്രുക്കളുടെ മേൽ നിങ്ങൾക്ക് ജയം തരും. അവസാനം ഒരു കാര്യം കൂടെ ചേർത്ത് പറഞ്ഞു, ഞാൻ നിന്നോട് കൂടെ പോരത്തില്ല, എൻ്റെ ദൂതനെ നിങ്ങളുടെ മുമ്പിൽ നിങ്ങളോട് കൂടെ അയക്കും. ന്യായമായും ഇന്നത്തെ ഒരു വിശ്വാസി ഇങ്ങനെയൊരു വാഗ്ദത്തം കേട്ടാൽ ഏറെ സന്തോഷിക്കും. കാരണം കിട്ടേണ്ടത് കിട്ടും, പോകേണ്ടടുത്ത് പോയി എത്തിച്ചേരും, പോകുന്ന വഴിയിൽ ഭദ്രതയും കിട്ടും, യഹോവയുടെ ദൂതൻ കാവലായിട്ടുമുണ്ട്. ഇത് കൂടുതൽ നമുക്ക് ആവശ്യമൊന്നുമില്ലല്ലോ. എന്നാൽ മോശയുടെ പ്രതികരണം അങ്ങനല്ലായിരുന്നു. ദേശം കൊടുക്കാമെന്ന് പറഞ്ഞു, എത്തിക്കാമെന്നും അവിടെയുള്ള സമൂഹത്തെ മാറ്റി അവർക്ക് അവകാശമായി കൊടുക്കാമെന്നും അവരുടെ കൂടെ ഒരു ദൂതനെ അയക്കാമെന്നും എല്ലാം ദൈവം പ്രോമിസ് ചെയ്തു. എന്നാൽ ഒരു കാര്യം ഉറപ്പായി കൊടുത്തില്ല, എൻ്റെ സാന്നിധ്യം നിന്നോടുകൂടെ പോരുമെന്ന് പറഞ്ഞില്ല. എന്നാൽ മോശ അതിന് ഉത്തരമായി പറഞ്ഞ ഒരു കാര്യമുണ്ട്, നിന്റെ സാന്നിധ്യം ഞങ്ങളോടുകൂടെ പോരുന്നില്ലെങ്കിൽ ഞങ്ങളെ അയക്കരുത്. അപ്പോൾ അതിൻ്റെ അർത്ഥം ദേശം കിട്ടുന്നത് കൊണ്ടോ, ദേശത്തിൻ്റെ സമൃദ്ധി ഞങ്ങൾക്ക് ലഭിക്കുന്നത് കൊണ്ടോ, അവിടെയുള്ള അനുഗ്രഹങ്ങൾ ലഭിക്കുന്നത് കൊണ്ടോ, വഴിയാത്രയിൽ പ്രൊട്ടക്ഷൻ ലഭിക്കുന്നത് കൊണ്ടോ ഞാൻ തൃപ്തനല്ല. എനിക്ക് നിന്റെ സാന്നിധ്യം വേണം. ഐ നീഡ് യുവർ പ്രസൻസ്. 33-ാമത്തെ അധ്യായത്തിൻ്റെ 16-ാമത്തെ വാക്യത്തിൽ ഇപ്രകാരം വായിക്കുന്നു, എന്നോടും നിന്റെ ജനത്തോടും കൃപയുണ്ടെന്ന് ഏതിനാൽ അറിയും, നീ ഞങ്ങളോടുകൂടെ പോരുന്നതിനാലല്ലയോ. അതിനോട് ചേർത്തിലുള്ള വാക്യം ഒന്ന് ശ്രദ്ധിച്ചു നോക്കിയേ. ഇങ്ങനെയാണ് പറഞ്ഞിരിക്കുന്നത്, നീ ഞങ്ങളോടുകൂടെ പോരുന്നതിനാലല്ലയോ, അങ്ങനെ ഞാനും നിന്റെ ജനവും ഭൂതലത്തിലുള്ള സകല ജാതികളിൽ വെച്ച് വിശേഷതയുള്ളവരായിരിക്കും. വാട്ട് മെയ്ഡ് ദം സ്പെഷ്യൽ? അവരെ പ്രത്യേകതയുള്ളവരാക്കിയത് എന്താണ്? ദൈവത്തിൻ്റെ സാന്നിധ്യമാണ്. അപ്പോൾ ശ്രദ്ധിക്കണമേ, നമ്മുടെ ജീവിതത്തെ ധന്യമാക്കുന്നത് ദൈവസാന്നിധ്യത്തിൽ ജീവിക്കുന്ന നമ്മുടെ ജീവിതാനുഭവമാണ്. നമ്മുടെ ചുറ്റുപാടുകളുടെ വലിപ്പമോ, നമുക്കുള്ള സമ്പത്തോ, നമുക്കുള്ള സ്വാധീനമോ ഇതൊന്നുമല്ല. ദൈവസാന്നിധ്യത്തിൽ ജീവിക്കാനുള്ള വലിയ ദൈവകൃപ നമുക്ക് ലഭിച്ചിട്ടുണ്ടെങ്കിൽ അതിനേക്കാൾ ധന്യമായി വേറെ ഒന്നുമില്ല. എൻജോയിങ് ദ പ്രസൻസ് ഓഫ് ഗോഡ്. ഞാൻ ഒരു ചരിത്രം കേട്ടിട്ടുണ്ട്. ഒരു രണ്ട് കൂട്ടുകാർ തമ്മിൽ കണ്ടുമുട്ടുകയാണ്. ഒരു കൂട്ടുകാരൻ തൻ്റെ കൂട്ടുകാരനെ കാണാനായിട്ട് വന്നതാണ്. അപ്പോൾ
വന്നു ചേർന്ന സ്ഥലം, ആ കൂട്ടുകാരൻ വളരെ ധനികനാണ്. അപ്പോൾ ഈ കൂട്ടുകാരൻ സന്ദർശിക്കാൻ വന്നപ്പോൾ തൻ്റെ ധനത്തിൻ്റെ വലിപ്പമൊക്കെ ഒന്ന് വർണ്ണിച്ചു. അദ്ദേഹത്തെ പുറത്തേക്ക് കൊണ്ടുപോയി, വലിയൊരു വീടാണ്, വീടിൻ്റെ പുറത്തേക്ക് കൊണ്ടുപോയിട്ട് അദ്ദേഹം വടക്കോട്ടും തെക്കോട്ടും ഒക്കെയുള്ള സ്ഥലം കാണിച്ചിട്ട് പറഞ്ഞു, ഞാൻ ഇതെല്ലാം എനിക്കായി വാങ്ങിയിട്ടുണ്ടെന്ന് പറഞ്ഞു. ഇപ്പോൾ കൂട്ടുകാർ തമ്മിൽ കാണുമ്പോൾ ജീവിതത്തിലുള്ള നേട്ടങ്ങൾ വർണ്ണിക്കാൻ താല്പര്യമാണല്ലോ. ഇതെല്ലാം എൻ്റേതാണെന്ന് പറഞ്ഞു. അപ്പോൾ ആ കൂട്ടുകാരൻ പറഞ്ഞു, ഇതൊക്കെ ഉണ്ടേലും നിന്നേക്കാൾ ധനികയായ ഒരു സ്ത്രീയെ ഞാൻ കണ്ടെച്ചാ ഇങ്ങോട്ട് വന്നതെന്ന് പറഞ്ഞു. അപ്പോൾ ആ മനുഷ്യൻ ചിന്തിച്ചു, ഈ പ്രദേശത്ത് എന്നേക്കാൾ ധനികനായ ആരും ഇല്ലല്ലോ, നോബഡി ഈസ് റിച്ചർ ദാൻ മീ. അപ്പോൾ ചോദിച്ചു, ഇത് ആരാന്ന് പറഞ്ഞു. അപ്പോൾ ഒരു സാധു സ്ത്രീയാണ്, താമസിക്കുന്ന ഒരു ചെറിയ വീട്ടിലാണ്. ആ സ്ത്രീയുടെ പേര് പറഞ്ഞു. അതെന്താ നീ പറയുന്നത്? അവൾക്ക് കൂടുതൽ ധനമുണ്ടെന്ന്. ഇങ്ങോട്ട് വന്ന വഴിയിൽ ഞാൻ അവളോട് സംസാരിച്ചു. അവൾ പറഞ്ഞു, എനിക്കൊരു ദൈവം ഉണ്ടെന്ന്. ഐ ഹാവ് എ ഗോഡ്. അപ്പോൾ ദൈവത്തോടുള്ള ബന്ധത്തിൽ ജീവിക്കുന്ന ഒരു വ്യക്തിക്ക്, ദൈവ സാന്നിധ്യത്തിൽ ജീവിക്കുന്ന ഒരു വ്യക്തി എക്കാലത്തും ധന്യരാണ്. ധനികരാണെന്നല്ല പറഞ്ഞ്, ധന്യരാണ്. ലിവിങ് ഇൻ ദ പ്രസൻസ് ഓഫ് ഗോഡ്. പലപ്പോഴും നമ്മൾ ദൈവത്തിൻ്റെ സാന്നിധ്യം അനുഭവിക്കുന്നില്ല എന്നുള്ളത് നമ്മുടെ ജീവിതത്തിൻ്റെ പോരായ്മയായി കണ്ടെത്താം. 33 ഈ അധ്യായത്തിൻ്റെ 14 വാക്യത്തിൽ ഇങ്ങനെ ദൈവം പറയുന്നു, എൻ്റെ സാന്നിധ്യം നിന്നോടുകൂടെ പോരും. ചോദിച്ചു കഴിഞ്ഞപ്പോൾ ദൈവം അത് അനുവദിച്ചു. ഐ വിൽ കം വിത്ത് യു. എൻ്റെ സാന്നിധ്യം നിന്നോടുകൂടെ പോരും. ചേർന്ന് പറഞ്ഞിരിക്കുന്ന വാചകം നോക്കിക്കാട്ടെ, ഞാൻ നിനക്ക് സ്വസ്ഥത തരും. ഞാൻ നിനക്ക് ഐ വിൽ ഗിവ് യു റെസ്റ്റ്. ആധുനിക തലമുറയിൽ ഏറെ ആവശ്യമായിട്ടുള്ളൊരു കാര്യമല്ലേ ഇപ്പോൾ പറഞ്ഞത്? എന്തെല്ലാം സൗകര്യങ്ങൾ, എന്തെല്ലാം ചുറ്റുപാടുകൾ, ഏതെല്ലാം രീതിയിലുള്ള സ്വാധീനം, എല്ലാം വിരൽത്തുമ്പിലുണ്ട്. എങ്കിലും സ്വസ്ഥത അനുഭവിക്കുന്ന, സന്തോഷം അനുഭവിക്കുന്ന, ജീവിതത്തിൻ്റെ മാധുര്യം അനുഭവിക്കുന്ന കുടുംബജീവിതമൊക്കെ ആയിട്ടാണ് ഇന്ന് ഈ ആണ്ടത്തെ ചിന്താവിഷയമെന്ന് എനിക്ക് മനസ്സിലാക്കാനിടയായി. ഫാമിലീസിൻ്റെ ഉള്ളിൽ സന്തുഷ്ടമായി ജീവിക്കുന്ന അനുഭവം വളരെ ചുരുക്കമാണ്. അതിൻ്റെ രഹസ്യം വേറെ ഒന്നുമല്ല. ദൈവത്തിൻ്റെ സാന്നിധ്യം, ദൈവത്തിൻ്റെ ആ സാന്നിധ്യം ആ ഭവനത്തിൽ അവർക്ക് അനുഭവിക്കാൻ കഴിയുന്നില്ല. മോശ പറഞ്ഞു, എന്ത് തന്നെ വന്നാലും, അങ്ങ് എന്തെല്ലാം ഞങ്ങൾക്ക് വാഗ്ദത്തം ചെയ്താലും, നിന്റെ സാന്നിധ്യം ഞങ്ങളോടുകൂടെ പോരുന്നില്ലെങ്കിൽ ഞങ്ങളെ അയക്കരുത്. നമ്മുടെ ജീവിതത്തിൽ ദൈവ സാന്നിധ്യത്തിനാണോ പ്രാധാന്യം? ദാവീദ് പാപം ചെയ്തു കഴിഞ്ഞപ്പോഴേ അദ്ദേഹത്തിൻ്റെ അനുതാപ പ്രാർത്ഥന ഏറെ മാതൃകാപരമായ ഒരു അനുതാപ പ്രാർത്ഥനയാണ്. നമ്മളത് നമ്മുടെ പ്രാർത്ഥനകളിൽ ഉപയോഗിക്കാറുണ്ടല്ലോ. അതിനകത്ത് അദ്ദേഹം പറയുന്ന ഒരു വാചകമുണ്ട്, ദൈവമേ, നിന്റെ സന്നിധിയിൽ നിന്ന് എന്നെ തള്ളിക്കളയരുതേ. അദ്ദേഹത്തിന് വേണമെങ്കിൽ പറയാമായിരുന്നു, ദൈവമേ, എൻ്റെ സിംഹാസനം നീ എടുക്കരുത്, എൻ്റെ അധികാരം നീ എടുക്കരുത്, എൻ്റെ രാജ്യത്വം നീ എടുക്കരുത്. ഇതൊന്നും അദ്ദേഹം പറഞ്ഞില്ല. അദ്ദേഹത്തിന് ദൈവത്തോട് യാചിക്കാൻ ഒന്നേ ഉള്ളൂ, ദൈവമേ, അതെല്ലാം നഷ്ടപ്പെട്ടാലും ഞാൻ ഒന്നാഗ്രഹിക്കുന്നു, അങ്ങയുടെ സാന്നിധ്യം എന്നെ വിട്ടു പോകരുത്. ഇന്ന് രാത്രിയിൽ ഞാൻ ചോദിക്കട്ടെ, മോശെ അനുഭവിച്ചതുപോലെ ദൈവികമായ സാന്നിധ്യം അനുഭവിച്ച് ജീവിക്കുന്നവരാണോ നാം? ദൈവം അത് വാഗ്ദത്തം ചെയ്തിരിക്കുന്നു. അതാണല്ലോ ക്രിസ്തീയ ജീവിതം. കർത്താവുമായുള്ള ബന്ധത്തിൽ നിരന്തരം 24 മണിക്കൂറും 7 ദിവസവും 24/7 ലിവിങ് എ ലൈഫ് ഇൻ കമ്മ്യൂണിയൻ ഇൻ ദ പ്രസൻസ് ഓഫ് ഗോഡ്, ദൈവത്തോട് ചേർന്ന് ജീവിക്കുന്നതാണല്ലോ ക്രിസ്തീയ ജീവിതം. ആ അനുഭവമാണോ, ആ സന്തോഷം നമുക്കുണ്ടോ എന്നുള്ളത് ചിന്തിക്കണം. 2 കാര്യങ്ങൾ മോശയുടെ ജീവിതത്തോടുള്ള ബന്ധത്തിൽ നാം കണ്ടു. 1, ദൈവത്തോടുള്ള കൂട്ടായ്മ. 2, ദൈവത്തിൻ്റെ സാന്നിധ്യത്തിന് അദ്ദേഹം കൊടുത്ത വില. 3, ദൈവത്തിൻ്റെ ഇഷ്ടം ചെയ്യാൻ താൻ പ്രിയപ്പെട്ടു. He wanted to do the will of God. 33 അധ്യായത്തിൻ്റെ 13 വാക്യത്തിൽ അദ്ദേഹം ഇങ്ങനെ പറയുന്നു, നിന്നോട് കൃപയുണ്ടെങ്കിൽ നിന്റെ വഴി എന്നെ അറിയിക്കണമേ. അദ്ദേഹത്തിൻ്റെ പ്രാർത്ഥന ശ്രദ്ധിച്ചോ? നമ്മുടെ പ്രാർത്ഥനകളെക്കാളൊക്കെ ഉന്നതമായ പ്രാർത്ഥന, ലോർഡ് ഷോ മീ യുവർ വേ. നിന്റെ വഴി എനിക്ക് കാണിച്ചു തരണമേ. ഞാൻ നടക്കേണ്ടുന്നത്, ഞാൻ പോകേണ്ടത്,
എൻ്റെ ജീവിതം നയിക്കേണ്ടതായ വഴി എനിക്ക് കാണിച്ചു തരണമേ. ഷോ മീ യുവർ വിൽ. ഇത് ഉന്നതമായ ഒരു ജീവിതമാണ്. 103-ാം സങ്കീർത്തനത്തിൻ്റെ 7-ാമത്തെ വാക്യത്തിൽ ഒരു കമ്പാരിസൺ കൊടുത്തിട്ടുണ്ട്. അവിടെ പറഞ്ഞിരിക്കുന്നു, യഹോവ തൻ്റെ വഴി മോശയെയും തൻ്റെ പ്രവൃത്തി ഇസ്രായേലിനെ അറിയിച്ചു. ആ വാക്യം ഒന്നുകൂടെ ശ്രദ്ധിച്ചു നോക്കിയാട്ടെ. യഹോവ തൻ്റെ വഴി മോശയെയും തൻ്റെ പ്രവൃത്തി ഹിസ് വർക്ക്സ് ഇസ്രായേലിനെ അറിയിച്ചു. പ്രവൃത്തി കാണുന്നത് വളരെ സന്തോഷമാണ് നമുക്ക്. ദൈവത്തിൻ്റെ അത്ഭുത പ്രവൃത്തി നമുക്കെല്ലാം വളരെ വളരെ സന്തുഷ്ടമായ കാര്യമാണ്. എന്നാൽ മോശയ്ക്ക് ഒരു പടിയൂടെ മുന്നോട്ട് പോകാൻ കഴിഞ്ഞു. ദൈവത്തിൻ്റെ പ്രവൃത്തി ധാരാളം കണ്ടിട്ടുള്ള മനുഷ്യനാണ് മോശ. എങ്കിലും മോശയ്ക്ക് ഹൃദയത്തിനകത്തൊരാഗ്രഹം, കർത്താവേ, നിനക്കൊരു വഴിയുണ്ടല്ലോ എൻ്റെ ജീവിതത്തിന് അങ്ങ് വെച്ചിരിക്കുന്നത്, നിൻ്റെ ജനത്തിന് അങ്ങ് വെച്ചിരിക്കുന്ന ആ വഴി. യഹോവേ, നിൻ്റെ വഴി എനിക്ക് കാണിച്ചു തരണമേ. നോയിങ് ദ വർക്ക്സ് ഈസ് കോമൺ, ബട്ട് നോയിങ് ദ വേയ്സ് ഈസ് അൺകോമൺ. ഇവിടെയാണ് ഉന്നതമായ ആത്മീക ജീവിതം നയിക്കുവാനായി കഴിയുന്നത്. ഒരു വിധത്തിൽ പുതിയ നിയമത്തിലേക്ക് വരുമ്പോൾ അപ്പസ്തോല പ്രവൃത്തികളിൽ ദൈവത്തിൻ്റെ വഴികൾക്കനുസരിച്ച് ജീവിച്ച ദൈവസഭയാണ് അതിശക്തമായി മുന്നേറിയത് എന്ന് നമുക്ക് കാണാനായിട്ട് കഴിയും. അതുകൊണ്ട് ദൈവത്തിൻ്റെ വഴി അനുസരിച്ച് ദൈവ ഇഷ്ടം ചെയ്യുക, ഇത് നമ്മുടെ പ്രാർത്ഥനയുടെ പ്രധാന ഭാഗമാണ്. നമ്മൾ പ്രാർത്ഥിക്കുമ്പോൾ നിൻ്റെ ഇഷ്ടം സ്വർഗത്തിലെ പോലെ ഭൂമിയിലും ആകണമേ എന്ന് നാം എപ്പോഴും പ്രാർത്ഥിക്കും. പലപ്പോഴും പ്രാർത്ഥിക്കുമ്പോൾ അതെന്താ പ്രാർത്ഥിക്കുന്നത് നമ്മൾ ചിന്തിക്കാതെ പ്രാർത്ഥിച്ചു പോകുന്നു എന്നൊരു തെറ്റ് നമുക്കുണ്ട്. നിൻ്റെ ഇഷ്ടം സ്വർഗത്തിലെ പോലെ ഭൂമിയിലുമാകണം. അപ്പോൾ നമുക്ക് ഈ ഭൂമിയിൽ ജീവിക്കാൻ ദൈവം ഒരു വഴി, ദൈവം ഒരു ഇഷ്ടം വെച്ചിട്ടുണ്ട്. എനിക്കും നിങ്ങൾക്കും ദൈവം വെച്ചിട്ടുള്ളൊരു പ്ലാനുണ്ട്. ആ വഴിയെ കൂടെ ജീവിക്കണം എന്ന് ദൈവം ആഗ്രഹിക്കുന്നു. എന്താണ് ജീവിതത്തിൻ്റെ ഏറ്റവും വലിയ ധന്യത? ദൈവം ആഗ്രഹിക്കുന്നത് പോലെ ജീവിക്കാൻ കഴിയുക. നമ്മുടെ ജീവിതത്തിൽ നമ്മൾ അമ്മയുടെ ഉദരത്തിൽ ഉരുവാകുമ്പോൾ തന്നെ, അതിനൊക്കെ മുമ്പ് തന്നെ ദൈവം നമുക്ക് വേണ്ടി ഒരു പ്ലാൻ വരച്ചിട്ടുണ്ട്. അതിൽ ജീവിച്ച് ജീവിതം അവസാനിപ്പിക്കുക എന്നുള്ളത് ഏറെ ധന്യമായ കാര്യമാണ്. ദാവീദിൻ്റെ ജീവിതാവസാനത്തെക്കുറിച്ച് അപ്പോസ്തല പ്രവൃത്തി 13 ഇങ്ങനൊരു കാര്യം പറഞ്ഞിട്ടുണ്ട്. ദാവീദ് തൻ്റെ തലമുറയിൽ യഹോവയുടെ ആലോചനയ്ക്ക് ശുശ്രൂഷ ചെയ്ത് നിദ്ര പ്രാപിച്ചു. ചരിത്രം അതിനേക്കാൾ അധികം പറയേണ്ട കാര്യമില്ല. ചരിത്രത്തിന് വലിയ അധ്യായങ്ങളും ആവശ്യമില്ല. ദാവീദിൻ്റെ ജീവചരിത്രം ഒറ്റ വാചകത്തിൽ, യഹോവയുടെ ആലോചനയ്ക്ക് ശുശ്രൂഷ ചെയ്ത് നിദ്ര പ്രാപിച്ചു. അങ്ങനെ നമ്മുടെ ജീവിതത്തെക്കുറിച്ച് പറയാനിടയായാൽ നമ്മളെക്കാൾ ധന്യരായി വേറെ ആരുമില്ല. ദൈവത്തിൻ്റെ ഇഷ്ടമറിഞ്ഞ് ദൈവത്തിൻ്റെ ഇഷ്ടം ചെയ്യുവാൻ നാം താല്പര്യപ്പെടുക, അതാണ് ദൈവം ആഗ്രഹിക്കുന്നത്. ദൈവത്തിൻ്റെ ഇഷ്ടം ചെയ്യണമെങ്കിൽ ദൈവത്തിൻ്റെ ഇഷ്ടം അറിയണം. ദൈവത്തിൻ്റെ ഇഷ്ടം അറിയണമെങ്കിൽ ദൈവത്തോട് ചോദിക്കണം. നമ്മൾ പാടുമ്പോൾ പാടും, നിൻ്റെ ഹിതം പോലെ എന്നെ നിത്യം നടത്തിയിടണമേ. നീ പാട്ടുകളൊക്കെ പാടുമ്പോൾ ചിലപ്പോൾ ഞാൻ പാടി വരുമ്പോൾ ചിലയിടത്തൊക്കെ ഒന്ന് നിർത്തും. പാടാതിരിക്കുന്നതാണ് നല്ലത്. കാര്യം ഇവിടെ പറഞ്ഞിരിക്കുന്നത് നിൻ്റെ ഹിതം പോലെ എന്നെ നിത്യം നടത്തിയിടണമേ. അതിനെ ഒന്ന് ബലപ്പെടുത്താൻ പാട്ടുകാരൻ ഒരു വാചകം കൂടെ അടി ചേർത്തു, എൻ്റെ ഹിതം പോലെ അല്ലേ എൻ പിതാവേ എൻ യഹോവേ. ഇത് പാടുമെങ്കിലും അല്പം ഒന്ന് ആലോചിച്ച് നോക്കി. നമ്മുടെ ഇഷ്ടമല്ലയോ നമ്മുടെ ജീവിതത്തിൻ്റെ പ്രധാന വിഷയം? വി ലീവ് ഡൂയിങ് അവർ വിൽ. പിന്നെ പ്രാർത്ഥിക്കും. എന്തിനാണെന്നറിയാമോ? നമ്മുടെ ഇഷ്ടത്തിന് തമ്പുരാൻ ഒപ്പിട്ട് തരണം. ചിലപ്പോൾ 40 ദിവസമൊക്കെ ഉപവസിച്ചും പ്രാർത്ഥിക്കും. എന്തിനാണെന്നറിയാമോ? നമ്മുടെ താല്പര്യത്തിന് തമ്പുരാൻ ഒപ്പിട്ട് തരണം. ദൈവഹിതം അനുസരിക്കുക. ദൈവിക ശുശ്രൂഷയിൽ ഈ നാളുകളിൽ ദൈവരാജ്യ ശുശ്രൂഷ പ്രവർത്തകർ വളരെ ചുരുക്കമായിട്ടാണ് നമ്മുടെ ദേശത്ത് നിന്ന് പുറത്തേക്ക് വരുന്നത്. അതിന് കാരണം വേറെ ഒന്നുമല്ല, ദൈവഹിതം കേൾക്കാതെയും ദൈവഹിതം അനുസരിക്കാനും കഴിയുന്ന ഒരു തലമുറ ഇല്ല എന്നുള്ളത് മാത്രം ചിന്തിച്ചാൽ മതി. ദൈവത്തിന് എക്കാലത്തും ദൈവത്തിൻ്റെ വേല ചെയ്യാനുള്ള ആളുകളുണ്ട്, ദൈവം അത് വിളിക്കുന്നുമുണ്ട്. എന്നാൽ അത് കേൾക്കുന്നില്ല, അതനുസരിക്കുന്നില്ല. മോശ പറഞ്ഞു, ലോർഡ് ഐ വാണ്ട് ടു ഡു യുവർ വിൽ. നിന്റെ ഇഷ്ടം ചെയ്യുവാൻ ഞാൻ താല്പര്യപ്പെടുന്നു. ജീവിതത്തിൻ്റെ സായാഹ്നത്തിൽ, നമ്മുടെ ജീവിതത്തിൻ്റെ അവസാന നിമിഷങ്ങളിൽ വളരെ സന്തുഷ്ടമായി സംതൃപ്തിയോടെ അവസാനിക്കണമെങ്കിൽ ആയുസ് ദൈവത്തിൻ്റെ ഇഷ്ടം ചെയ്യുവാൻ കീഴ്പ്പെടുത്തി കൊടുക്കണം.
ദൈവത്തിൻ്റെ ഹിതമെന്തോ അതനുസരിക്കുവാൻ ഞാനും നിങ്ങളും താല്പര്യപ്പെടണം. മോശയുടെ ജീവിതം ധന്യമായതിൻ്റെ പ്രത്യേകത: 1, ദൈവത്തോട് ചേർന്നിരിക്കാൻ ആഗ്രഹിച്ചു. 2, ദൈവത്തിൻ്റെ സാന്നിധ്യത്തിന് അദ്ദേഹം വലിയ വില കൊടുത്തു. 3, ജീവിതത്തിൽ ദൈവഹിതം ചെയ്തു. എനിക്ക് ആ ഒരു കാര്യം ഒന്ന് സമർത്ഥിക്കുവാൻ ഞാനൊരു ഇലസ്ട്രേഷൻ പറയാൻ ആഗ്രഹിക്കും. ഒരു വലിയ ഡോക്ടർ, ഇന്നൊക്കെ ഏകദേശം ഒരു 25 വർഷത്തിന് മുമ്പ് നടന്നൊരു സംഭവമാണ്. ഡൽഹിയിലെ ഒരു വലിയ മെഡിക്കൽ ഇൻസ്റ്റിറ്റ്യൂഷനിൽ അതിൻ്റെ ഡയറക്ടറായിട്ട് അദ്ദേഹത്തെ ക്ഷണിച്ചു. അപ്പോൾ ഒരു പ്രഭാതത്തിൽ, എനിക്ക് ഒന്ന് 20 വർഷമായിരിക്കും, ഒരു പ്രഭാതത്തിൽ ആ ഡോക്ടർ എൻ്റെ വീട്ടിൽ വന്നു. എന്നോട് ഒരല്പം അടുപ്പമുള്ളൊരു ഡോക്ടറാണ്. അപ്പോൾ അദ്ദേഹം പറഞ്ഞു, ബാബു നമുക്ക് ഒരുമിച്ച് പ്രാർത്ഥിക്കണം. ഞാൻ ചോദിച്ചു, എന്താ ഡോക്ടറെ വിശേഷം? ഇങ്ങനെ ഒരു ഇൻവിറ്റേഷൻ എനിക്ക് കിട്ടിയിട്ടുണ്ട്, പോകണോ വേണ്ടായോ? ഉത്തരം ഞാൻ പറയാൻ വന്നതല്ല, എൻ്റെ കൂടെ ഇരുന്ന് പ്രാർത്ഥിക്കാൻ വന്നതാണ്. പോകണോ വേണ്ടായോ എന്ന് പറയുന്നത് ദൈവം അദ്ദേഹത്തോട് പറയേണ്ടതാണ്, എന്നോട് പറയേണ്ടതല്ല. എങ്കിലും ചേർന്നിരുന്ന് പ്രാർത്ഥിക്കാൻ അദ്ദേഹം വന്നതാണ്. പ്രാർത്ഥിച്ച് അല്പനേരമൊക്കെ സമയം ചെലവഴിച്ച് അദ്ദേഹം പോകുന്ന സമയത്ത് എന്നോടൊരു വാചകം പറഞ്ഞു, ഈ ദൈവഹിതം ചെയ്യണമെന്നുള്ള താല്പര്യമുള്ളത് കൊണ്ടാണ് പ്രശ്നം. അല്ലെങ്കിൽ എനിക്ക് എവിടോട്ട് പോകണമെന്നുള്ളത് 2 സ്ഥലത്തെയും ശമ്പളമോ അവിടുത്തെ സൗകര്യമോ അവിടുത്തെ പദവിയോ നോക്കി തീരുമാനമെടുക്കാൻ ഇറ്റ് ഈസ് സോ ഈസി. ദൈവഹിതം ചെയ്യണമെന്ന് എനിക്ക് ആഗ്രഹമുള്ളത് കൊണ്ടാണ് എൻ്റെ ജീവിതത്തിൽ ഈ ഒരു പ്രതിസന്ധി. അദ്ദേഹം ദൈവഹിതം അനുസരിച്ചു, അത് അദ്ദേഹത്തിന് അനുഗ്രഹമായി തീർന്നു എന്നും പറയാൻ ആഗ്രഹിക്കും. അനേകരുടെയും ജീവിതത്തിൽ കർത്താവുമായ ഒരു ബന്ധത്തിലൊക്കെ വന്നിട്ടുണ്ടെങ്കിലും ജീവിതത്തിൽ സ്വന്തം ഹിതപ്രകാരം ദൈവത്തോട് ആലോചന ചോദിക്കാറില്ല, ഇഷ്ടം പോലെ ജീവിക്കും. പിന്നെ ജീവിതം കുഴയുമ്പോൾ തമ്പുരാനോട് ചോദിക്കും. ഈ വാഹനത്തിൽ പോകുമ്പോഴേ വഴിതെറ്റി കഴിയുമ്പോൾ U-ടേൺ എടുക്കേണ്ടി വരും, കാരണം തെറ്റിപ്പോയല്ലോ, ഇല്ലയോ? അതുകൊണ്ട് 180 ഡിഗ്രി തിരിയണ്ടായോ? ചിലരുടെ ജീവിത യാത്രയിൽ ഒരുപാട് U-ടേൺ എടുക്കേണ്ടി വരുന്നു. അതിൻ്റെ കാരണം എന്നാണെന്നറിയാമോ? ദൈവത്തിൻ്റെ ഹിതം അനുസരിക്കുന്നില്ല. ലോട്ട് ഓഫ് കൺഫ്യൂഷൻ ഇൻ യുവർ ലൈഫ് ട്രാവൽ. ജീവിത വഴിയാത്രയിൽ ഒരുപാട് കുഴച്ചിലുകൾ ഉണ്ടാകുന്നതിൻ്റെ കാരണം ദൈവത്തിൻ്റെ ഹിതം കേൾക്കുകയും അനുസരിക്കുകയും ചെയ്യാൻ കഴിയാതെ പോകും. ഇന്ന് രാത്രി നമ്മുടെ ജീവിതത്തിലൊരു തീരുമാനം: കർത്താവേ, എൻ്റെ ജീവിതത്തിൻ്റെ ഓരോ വഴികളിലും, എൻ്റെ ഭവനത്തിൽ, അല്ലെങ്കിൽ എൻ്റെ കുഞ്ഞുങ്ങളോടുള്ള ബന്ധത്തിൽ, എൻ്റെ ജോലിയോടുള്ള ബന്ധത്തിൽ, എൻ്റെ ബിസിനസ്സിനോടുള്ള ബന്ധത്തിൽ, എല്ലാ പ്രവൃത്തികളോടുള്ള ബന്ധത്തിലും നിൻ്റെ ഹിതം അനുസരിക്കുവാൻ ആഗ്രഹിക്കുന്നു. അപ്പോൾ ന്യായമായും അവിടെ ഇരുന്നുകൊണ്ടൊരു ചോദ്യം ഹൃദയത്തിൽ വന്നിട്ടുണ്ട്, എങ്ങനെ അറിയാമെന്ന്? ആഗ്രഹിക്കുന്നവർക്ക് ദൈവം വെളിപ്പെടുത്തി കൊടുക്കും. തിരുവചനത്തിനകത്തൂടെ ദൈവം വെളിപ്പെടുത്തി കൊടുക്കും. ദൈവത്തോട് സമയം ചെലവഴിക്കുമ്പോൾ ദൈവം അതിനെക്കുറിച്ച് ആലോചന പറഞ്ഞു കൊടുക്കും. ആഗ്രഹിക്കുന്നവരെ തൃപ്തിപ്പെടുത്തുന്നവനാണ് ദൈവം. ചോദിക്കുന്നവർക്ക് ഉത്തരം ദൈവം കൊടുക്കും എന്നുള്ളതിന് സംശയമില്ല. 3 കാര്യം നാം ചിന്തിച്ചു. 4-മത്, മോശ ഈ പദവിയിലേക്ക് ഉയരാനുള്ള കാരണം സ്വാർത്ഥതയില്ലാത്ത ജീവിതം, സെൽഫ്ലെസ് ലൈഫ്. മോശയുടെ ജീവിതം നോക്കണം, യാതൊരു സ്വാർത്ഥതയും തൻ്റെ ജീവിതത്തിലില്ല. ഞാനെൻ്റെ ആ പശ്ചാത്തലം എന്ന് പറയുമ്പോൾ മനസ്സിലാകും. ദൈവജനം പാപം ചെയ്തു, കാളക്കുട്ടിയൊക്കെ ഉണ്ടാക്കി അതിനെ ആരാധിച്ചു കഴിഞ്ഞപ്പോൾ ദൈവം കോപിച്ചു, ദൈവം ശിക്ഷ അയച്ചു. അതിനുശേഷം 32-ാമത്തെ അധ്യായത്തിൻ്റെ 10-ാമത്തെ വാക്യത്തിൽ ഇപ്രകാരം നാം വായിക്കുന്നു: അതുകൊണ്ട് എൻ്റെ കോപം അവർക്ക് വിരോധമായി ജ്വലിച്ച് ഞാൻ അവരെ ദഹിപ്പിക്കേണ്ടതിന് എന്നെ വിടുക. ദൈവം പറയുകയാണ്, എന്നെ വിടുക, നിന്നെ ഞാൻ വലിയൊരു ജാതിയാക്കും എന്ന് യഹോവയോട് അരുളി ചെയ്തു. ദൈവം പറയുന്നത് ശ്രദ്ധിക്കണം, ഈ ജനത്തെ ഞാൻ നശിപ്പിക്കാൻ പോകുക. മോശെ, നിന്നെ ഉണ്ടല്ലോ ഒരു വലിയ ജാതിയാക്കും. ഐ വിൽ ഡിസ്ട്രോയ് ദം, ഐ വിൽ മേക്ക് യുവർ നെയിം ഗ്രേറ്റ്. ഇന്നത്തെ കാലത്ത് നമുക്കൊക്കെ ഈ ഓഫർ വന്നാൽ ഒരുപക്ഷെ ഹൃദയത്തിനകത്ത് സന്തോഷിക്കുമോ എന്നൊരു സംശയം. അവർ പോയെങ്കിലും ഇനി അബ്രഹാമിൻ്റെ സന്തതി എന്നല്ല, മോശയുടെ സന്തതിയായി ഒരു പുതിയ തലമുറ വരട്ടെ എന്ന് ചിന്തിക്കുമായിരിക്കും. മോശ എന്നാൽ അങ്ങനെയല്ല ചെയ്തത്. 32-ാമത്തെ അധ്യായത്തിൻ്റെ 32-ാമത്തെ വാക്യം വളരെ ശ്രദ്ധേയമായ വാക്യമാണ്. ഇങ്ങനെയാണ് അദ്ദേഹം പ്രാർത്ഥിച്ചത്: ദൈവം, എങ്കിലും നീ അവരുടെ പാപം ക്ഷമിക്കണമേ, അല്ലെങ്കിൽ നീ എഴുതിയ നിന്റെ പുസ്തകത്തിൽ നിന്ന് എൻ്റെ പേർ മായിച്ചു കളയണം. സ്വാർത്ഥതയില്ലാത്ത ജീവിതം. ദൈവമേ, എൻ്റെ പേര്
നിന്റെ പുസ്തകത്തിൽ നിന്ന് മായ്ക്കപ്പെടേണ്ടി വന്നാലും ഈ ജനത്തോട് അവരുടെ പാപങ്ങളെ ക്ഷമിക്കണം. ദൈവം ഒരു കാലത്തും സ്വാർത്ഥതയുള്ളൊരു വ്യക്തിയെ ദൈവത്തിൻ്റെ രാജ്യത്തിൽ ഉപയോഗിക്കുകയില്ല, ഒരു കാലത്തും ഉപയോഗിക്കുകയില്ല. ദൈവത്തിൻ്റെ കരത്തിൽ ഉപയോഗപ്പെടണമെങ്കിൽ നിസ്വാർത്ഥമായി ജീവിക്കുന്ന ഒരു വ്യക്തിയായിരിക്കും. മോശയുടെ ജീവിതം ശ്രദ്ധിച്ചാൽ അത് നമുക്ക് കാണാനായിട്ട് കഴിയും. അവർക്ക് വേണ്ടി പ്രാർത്ഥിച്ചു, തനിക്ക് വേണ്ടിയല്ല പ്രാർത്ഥിച്ചത്, അവർക്ക് വേണ്ടി പ്രാർത്ഥിച്ചു, അവരുടെ പാപങ്ങൾ മോചിക്കുവാൻ പ്രാർത്ഥിച്ചു. 32-ാമത്തെ അധ്യായത്തിൻ്റെ 12-ാമത്തെ വാക്യം നോക്കിക്കാട്ടെ. അവിടെ പറഞ്ഞിരിക്കുന്ന, ദൈവമേ, ഈ ജനത്തെ നീ നശിപ്പിച്ചാൽ നിന്റെ പേരിന് ഹാനികരമായി തീരും, നിന്റെ മഹത്വം പോകും. നീ മിസ്രൈമിൽ നിന്ന് അവരെ വിടുവിച്ചു, നിനക്കവരെ കനാനിലെത്തിക്കാൻ കഴിഞ്ഞില്ല എന്ന് മിസ്രൈമ്യർ പറയും. അങ്ങനെ വരാതിരിക്കണമെങ്കിൽ നീ ഇവരെ നശിപ്പിക്കുക. ദൈവത്തിൻ്റെ മഹത്വം. അപ്പോൾ അദ്ദേഹത്തിൻ്റെ ജീവിതം ശ്രദ്ധിച്ചു നോക്കി. മറ്റുള്ളവർക്ക് വേണ്ടി 2 ദൈവത്തിൻ്റെ മഹത്വം അദ്ദേഹത്തിൻ്റെ വിഷയമായി കാണുന്നു. അതുമാത്രമല്ല 32:13 ദൈവത്തിൻ്റെ വാഗ്ദത്തത്തിൽ അവൻ ആശ്രയിച്ചു, ദൈവത്തിൻ്റെ പ്രോമിസസ് ഓർപ്പിച്ചു എന്ന് കാണാൻ കഴിയും. അപ്പോൾ മോശയുടെ ജീവിതം അനുഗ്രഹകരമായി തീർന്നതിൻ്റെ രഹസ്യം ഇവിടെയാണ്. ദൈവത്തോട് ചേർന്നിരിക്കാനും ദൈവ സാന്നിധ്യത്തിന് വേണ്ടി ആഗ്രഹവും ദൈവത്തിൻ്റെ ഇഷ്ടം ചെയ്യുവാനുള്ള താല്പര്യവും മറ്റുള്ളവർക്ക് വേണ്ടിയുള്ള ജീവിതവും. അതുമാത്രമല്ല 33-ാമത്തെ അധ്യായത്തിൻ്റെ 18-ാമത്തെ വാക്യം അദ്ദേഹത്തിൻ്റെ ഹൃദയത്തിൻ്റെ ആഗ്രഹം അവിടെ പറഞ്ഞിട്ടുണ്ട്, നിന്റെ തേജസ് നീ എനിക്ക് കാണിച്ചു തരണമേ. ദൈവത്തെ അറിയാനുള്ള ഹൃദയവാഞ്ച, ടു നോ ഗോഡ്. അപ്പോസ്തലനായ പൗലോസ് ഫിലിപ്പിയർക്ക് എഴുതിയ ലേഖനം 3-ാമത്തെ അധ്യായത്തിൽ പറഞ്ഞു, അവനെയും അവൻ്റെ പുനരുത്ഥാനത്തിൻ്റെ ശക്തിയെയും അനുഭവിച്ചറിയാം. ഐ വോണ്ട് ടു നോ ഗോഡ്. ആധുനിക വിശ്വാസികളുടെ ഇടയിൽ ഇങ്ങനെ ഒരു താല്പര്യം ഉണ്ടോ എന്നൊരു സംശയം. ദൈവത്തെ അറിയാനുള്ള താല്പര്യം. ദാനിയേലിൻ്റെ പുസ്തകത്തിൽ ഇങ്ങനെ ഒരു വാക്യമുണ്ട്, ദൈവത്തെ അറിയുന്ന ജനം ഉറച്ചു നിന്ന് വീര്യം പ്രവർത്തിക്കും. എവിടെയാണ് വിശ്വാസം വരുന്നത്? ദൈവത്തെ അറിയുമ്പോൾ. എവിടെയാണ് ശക്തി വരുന്നത്? ദൈവത്തെ അറിയുമ്പോൾ. വീര്യം പ്രവർത്തിക്കുന്നത് ദൈവത്തെ അറിയുമ്പോൾ. ടു നോയിങ് ഗോഡ്, ദൈവത്തെ അടുത്തറിയാൻ മോശയ്ക്ക് അങ്ങനെ അറിയേണ്ട ആവശ്യമുണ്ടോ? എരിയുന്ന വലിയ മുൾച്ചെടിയിൽ ദൈവത്തിൻ്റെ അത്ഭുതം, യഹോവ ആരാണെന്ന് താൻ അറിഞ്ഞതാണല്ലോ. യഹോവയായ ദൈവം, ഞാനാകുന്നവൻ ഞാനാകുന്നു എന്നറിഞ്ഞതല്ലേ. അപ്പോൾ ഇനിയും കൂടുതൽ അറിവ് ആവശ്യമുണ്ടോ? അത്ഭുതങ്ങൾ, അടയാളങ്ങൾ മോശയുടെ കയ്യാൽ നടന്നതുപോലെ എവിടെ നടന്നിട്ടുണ്ട്? ദൈവത്തിൻ്റെ പ്രവൃത്തി കണ്ട് ദൈവം ആരാണെന്ന് മനസ്സിലായിട്ടില്ലേ? ചെങ്കടലിൽ ദൈവത്തിൻ്റെ വിടുതലിൻ്റെ അനുഭവം തനിക്കുണ്ടായിട്ടുണ്ട്. ദൈവത്തിൻ്റെ ശക്തി താൻ കണ്ടതല്ലയോ? എങ്കിലും ദൈവത്തെ അറിയാനുള്ള ആഗ്രഹം, ആഗ്രഹത്തിൻ്റെ വലിപ്പം മനസ്സിലാക്കണമെങ്കിൽ 33:20 ശ്രദ്ധിച്ചാൽ നമുക്ക് കാണാൻ കഴിയും. ദൈവം പറഞ്ഞു, എന്നെ കണ്ടിട്ട് ഒരു മനുഷ്യനും എന്നെ കണ്ട് ജീവനോടെ ഇരിക്കയില്ല. എന്നെ കണ്ടിട്ട്. അപ്പോൾ ദൈവത്തിൻ്റെ തേജസ് കാണിക്കണേ എന്നാ പ്രാർത്ഥിച്ചത്. അപ്പോൾ ദൈവം പറയുകയാണ്, എന്നെ കണ്ടിട്ട് ആരും ജീവനോടുകൂടെ ഇരിക്കയില്ല. ഞാനും നിങ്ങളൊക്കെ ആയിരുന്നേ പറഞ്ഞേ, എന്നാൽ വേണ്ടെന്ന് പറഞ്ഞേ. മോശ ആ വിലയും കൊടുക്കാൻ തയ്യാറായിരുന്നു. മോസസ് വാസ് വില്ലിംഗ് ടു പേ ദ പ്രൈസ്, അറ്റ് എനി പ്രൈസ്, ടു നോ ഗോഡ്. ദൈവത്തെ അടുത്ത് അറിയുന്ന അനുഭവം. യാക്കോബിൻ്റെ പ്രാർത്ഥന ഇവിടെ വളരെ വളരെ പ്രസക്തമാണ്. ദൈവമേ, നീ എന്നെ അനുഗ്രഹിച്ചല്ലാതെ ഞാൻ നിന്നെ വിടുകയില്ല. 6-ാമതായി മോശയുടെ ജീവിതം ധന്യമായത്, ഇതൊരു പ്രധാനപ്പെട്ട കാര്യമാണ്, പാപത്തോടുള്ള സന്ധിയില്ലാത്ത യുദ്ധം, പാപത്തെ വെറുക്കുന്ന അനുഭവം. ദൈവത്തോടുള്ള ബന്ധം ഏറെ ശ്രേഷ്ഠമാകണമെങ്കിൽ നമുക്ക് ദോഷശക്തികളോടുള്ള നമ്മുടെ മനോഭാവം ശരിയായിരിക്കണം. ആധുനിക കാലഘട്ടത്തിൽ നമുക്ക് ആ ആറ്റിറ്റ്യൂഡിലൊക്കെ വളരെ കോംപ്രമൈസ്, അനുരഞ്ജനപ്പെട്ടു പോയി. മോശയുടെ ജീവിതത്തിലേക്കൊന്ന് നോക്കിക്കാട്ടെ. ജനം പാപം ചെയ്തു കഴിഞ്ഞപ്പോൾ, അവരുടെ ഇടയിൽ അന്യമായിട്ടുള്ള ആരാധന വന്നു കഴിഞ്ഞപ്പോൾ ഇങ്ങനെയാണ് നാം വായിക്കുന്നത്, മോശ കോപിച്ചു. മോശ പർവ്വതത്തിൽ നിന്ന് ഇറങ്ങി വരുമ്പോൾ മോശ കോപിച്ചു എന്ന് കാണാനായിട്ട് കഴിയും. അപ്പോൾ 32-ാമത്തെ അധ്യായത്തിൽ ഇപ്രകാരം നാം വായിക്കുന്നു. 19-ാം വാക്യം നോക്കിക്കാട്ടെ. പാളയത്തിന് സമീപിച്ചപ്പോൾ കാളക്കുട്ടിയെയും നൃത്തങ്ങളെയും കണ്ടപ്പോൾ മോശയുടെ കോപം ജ്വലിച്ചു.
ആംഗ്രി അറ്റ് സിൻ. നമ്മുടെ ജീവിതത്തെക്കുറിച്ചൊന്ന് ശോധന ചെയ്യണം. തെറ്റുകളോടുള്ള നമ്മുടെ ഹൃദയത്തിൻ്റെ റിയാക്ഷൻ എങ്ങനെയാണ്? നമുക്കതിനോടുള്ള വലിയ വിരക്തി, വലിയ കോപം ഹൃദയത്തിനകത്തുനിന്ന് ജ്വലിക്കുന്നുണ്ടോ? ആ ഒരു സ്റ്റാൻഡ് നമുക്ക് എടുക്കാൻ കഴിയുന്നുണ്ടോ? ആംഗ്രി അറ്റ് സിൻ, വ്യക്തികളോടല്ല, തെറ്റുകളോടുള്ള ആ മനോഭാവം. അതുകൊണ്ടാണ് എബ്രായ ലേഖനത്തിൽ പറഞ്ഞിട്ടുള്ളത്, പാപത്തോട് പോരാടുന്നതിൽ പ്രാണത്യാഗത്തോളം എതിർത്തുന്നത്, ജീവനെ പോലും കൊടുത്ത് പാപത്തോട് പോരാടുന്ന അനുഭവം. ആറ്റിറ്റ്യൂഡ് ടു സിൻ. ഇന്നത്തെ കാലത്ത് പാപത്തോട് അനുരഞ്ജനപ്പെട്ട് ഒക്കെ കോംപ്രമൈസ് ചെയ്ത് വലിയ തെറ്റില്ല എന്നുള്ള രീതിയിൽ ഉൾക്കൊണ്ട് ജീവിക്കുന്ന അനുഭവം വരുന്നത് കൊണ്ടാണ് മോശയെപ്പോലെയുള്ള ധന്യമായ ജീവിതം നമുക്ക് ജീവിക്കാൻ കഴിയാതെ പോകുന്നു. നമ്മുടെ ജീവിതത്തെ തന്നെ ഒന്ന് ശോധന ചെയ്യണം. എന്താണ് നമ്മുടെ ആറ്റിറ്റ്യൂഡ്? ഡു വി ഹെയ്റ്റ് സിൻ? ദോഷങ്ങളെ കാണുമ്പോൾ ഹൃദയത്തിനകത്തുനിന്ന് അതിനെ വെറുക്കാൻ കഴിയുന്നുണ്ടോ? അങ്ങനെയുള്ള കാര്യങ്ങളോട് ഹൃദയത്തിനകത്തുനിന്നൊരു കോപം, വ്യക്തികളോടല്ല തെറ്റുകളോടുള്ള കോപം, ആ ഒരു മനോഭാവം നമ്മളിൽ വരുന്നില്ല എങ്കിൽ ദൈവത്തിൻ്റെ വിശുദ്ധിയോടുള്ള നമ്മുടെ മനോഭാവം എങ്ങനെ ആണ് എന്ന് ശോധന ചെയ്യണം. ഒന്ന്, മോശ കോപിച്ചു എന്ന് മാത്രമല്ല, രണ്ട്, മോശ പോസിറ്റീവായിട്ടൊരു ആക്ഷൻ എടുത്തു. മോശ അതിനെ ഉടച്ച് അതിനെ ചാമ്പലാക്കി ജനത്തെ കുടിപ്പിച്ചു എന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ വളരെ റാഡിക്കലായി പാപത്തോട് പെരുമാറി. യേശുദമ്പുരാൻ ഗിരിപ്രഭാഷണം പറഞ്ഞപ്പോൾ കർത്താവ് ഇപ്രകാരം പറഞ്ഞു, നിന്റെ കണ്ണ് ഇടർച്ച വരുത്തുന്നെങ്കിൽ അതിനെ ചുഴന്നെടുത്ത് കളയുക എന്ന് പറയുമ്പോൾ കണ്ണ് ചുഴന്നെടുത്ത് കളയുക എന്നുള്ളതല്ല, ഇടർച്ച വരുത്തുന്ന കാര്യങ്ങളെ ലാഘവത്തോടെ കൈകാര്യം ചെയ്യരുത്, വളരെ കർശനമായി റാഡിക്കലായി കൈകാര്യം ചെയ്യണം. മോശയുടെ പെരുമാറ്റം അങ്ങനല്ലയോ? ചെറുതായിട്ടല്ല, ലാഘവത്തോടെയല്ല, തലോടുകല്ല, താൻ വളരെ അതികഠിനമായി പെരുമാറിയെന്ന് നമുക്ക് കാണാനായിട്ട് കഴിയും. took a very positive action. അതുമാത്രമല്ല, ദൈവത്തോട് ക്ഷമ ചോദിക്കുന്നതായി കാണും. ഒന്ന് രണ്ട് കാര്യങ്ങൾ പറയുമ്പോൾ നമ്മുടെ ജീവിതത്തെ ശോധന ചെയ്യണം. ദൈവത്തിൻ്റെ വിശുദ്ധിയിൽ നാം പ്രമോദിക്കുന്നവരാണോ? ദൈവത്തിൻ്റെ പ്രമാണം അനുസരിക്കാൻ നമുക്ക് താല്പര്യമുണ്ടോ? നമ്മുടെ കഴിഞ്ഞകാല പാപങ്ങളെക്കുറിച്ച് ഉള്ള ഓർമ്മ നാം വെച്ച് പുലർത്തിക്കൊണ്ടിരിക്കുന്നുണ്ടോ? ഒക്കേഷണലായി വല്ലപ്പോഴുമൊക്കെ തെറ്റിപ്പോയാൽ സാരമില്ല എന്നുള്ള ഒരു മനോഭാവം നമ്മുടെ ജീവിതത്തിലുണ്ടോ? അനേക വിശ്വാസികൾ എന്നെ കൂടെ ഉൾപ്പെടുത്തി ഞാൻ പറയട്ടെ, ഒക്കേഷണലായിട്ടൊന്ന് വീണുപോയാൽ സാരമില്ല എന്ന് ചിന്തിക്കുന്ന ഒരു മനോഭാവം നമുക്കുണ്ട്. മോശയ്ക്ക് അങ്ങനല്ല. പാപത്തോട്, ദോഷത്തോട്, ദോഷശക്തികളോട് എതിർത്ത് നിന്നു, അതിനെ കോപിച്ചു, അതിനെ വെറുത്തു, അതിനെ വളരെ കർശനമായി കൈകാര്യം ചെയ്തു എന്ന് കാണാനായിട്ട് കഴിയും. നമ്മുടെ ജീവിതത്തിൽ അങ്ങനെ ഒരു അനുഭവം ഉണ്ടാകുവാൻ ദൈവം നമുക്ക് ഇടതരട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. ഞാൻ വായിച്ചു വന്ന ഒരു കഥ പറയാൻ ആഗ്രഹിക്കും. ഒരു സ്ത്രീ സ്കൂളിൽ തൻ്റെ മകളെ കൊണ്ടുവരുന്നൊരു പതിവുണ്ടായിരുന്നു. അതേ സമയത്ത് അവൾ വാഹനത്തിൽ കൊണ്ടുവന്ന് ഡ്രോപ്പ് ചെയ്യുന്ന അതേ സമയത്ത് ഒരു മനുഷ്യൻ തൻ്റെ മകനെയും കൊണ്ടുവന്ന് വിടുന്നു. നാളുകളായി ഒരേ സമയത്ത് അവരെ പലപ്പോഴും ടൈം ചെയ്താണല്ലോ പോകുന്നത്. ഒരേ സമയത്ത് വന്നതുകൊണ്ട് പരിചയപ്പെടാനിടയായി. പരിചയം വർദ്ധിച്ചു. രണ്ടുപേരും വിവാഹിതരാണ്. പരിചയം വർദ്ധിച്ചു. നാളുകൾ മുന്നോട്ട് പോയി. കൂടുതൽ സമയം നിന്ന് സംസാരിക്കാൻ തുടങ്ങി. ഒരു സമയമായപ്പോൾ അവളുടെ ഹൃദയത്തിൽ ഒരു ചിന്ത വന്നു. സാധാരണയിൽ അധികമായി പ്രഭാതത്തിൽ ഞാൻ ഒരുങ്ങുവാൻ എന്നെ പ്രേരിപ്പിക്കുന്നത് എന്താ? വാട്ട് ഈസ് പ്രോംപ്റ്റിംഗ് മീ ടു മേക്ക് മൈസെൽഫ് മോർ ബ്യൂട്ടിഫുൾ? എന്താണ് എന്നെ കൂടുതൽ സുന്ദരിയായി അണിയിക്കുവാൻ, സൗന്ദര്യത്തോടെ അണിയിക്കുവാൻ എന്നെ പ്രേരിപ്പിക്കുന്നത് എന്താണ്? അവൾ ചിന്തിച്ചു. ഈ മനുഷ്യനും വരുന്ന സമയം ആ ബന്ധം വളരുന്നു. ഒരു വിശ്വാസിയായിരുന്നു ആ സ്ത്രീ. അവളുടെ ജീവിതത്തിൽ റാഡിക്കലായ ഒരു തീരുമാനമെടുത്തു. 5 മിനിറ്റ് മുമ്പേ മകളെ കൊണ്ടുവിടും, അല്ലെങ്കിൽ 5 മിനിറ്റ് താമസിച്ച് മകളെ കൊണ്ടുവിടും.
അവർ തമ്മിൽ കണ്ടുമുട്ടുന്നത് നിർത്തലായി. എത്ര ശക്തമായിട്ടാണ്, എത്ര വേഗത്തിലാണ് പെരുമാറിയെന്ന് നോക്കി. നമ്മുടെയൊക്കെ ജീവിതത്തിൽ ആത്മശക്തി നഷ്ടപ്പെടുന്നതിൻ്റെ കാരണം, മോശയെപ്പോലെ ദൈവത്തോട് ചേർന്നിരുന്ന സന്തോഷം അനുഭവിക്കാൻ കഴിയാതെ പോകുന്നതിൻ്റെ കാരണം, ചെറുതെന്ന് തോന്നുന്ന പല കാര്യങ്ങളും, വലിയ തെറ്റില്ല എന്ന് തോന്നുന്ന പല കാര്യങ്ങളും നമ്മുടെ ജീവിതത്തിൽ വെച്ച് പുലർത്തിക്കൊണ്ടിരിക്കുന്നത് കൊണ്ടാണ്. കോംപ്രമൈസിങ് വിത്ത് സിൻ, പാപത്തോട് അനുരഞ്ജനപ്പെട്ടു പോകുന്നു. മോശ അങ്ങനെയല്ല. ദൈവത്തോട് അവൻ പറ്റി നിൽക്കുകയും ദോഷത്തോട് അവൻ എതിർത്ത് നിൽക്കുകയും ചെയ്തു. ഇന്ന് രാത്രി നമ്മുടെ ജീവിതത്തെ ഒന്ന് പരിശോധിച്ച് നോക്കണം. എവിടെയാകുന്നു നമ്മുടെ ജീവിതം നിൽക്കുന്നത് എന്ന് ശോധന ചെയ്യുക. 7 കാര്യങ്ങൾ, ഞാൻ 6 കാര്യങ്ങൾ പറഞ്ഞു. 7ാമത് നോക്കിക്കാട്ടെ. ദൈവം മോശയെ ആദരിച്ചു. 21ാമത്തെ വാക്യത്തിൽ, എൻ്റെ അടുത്തൊരു സ്ഥലമുണ്ട്, എൻ്റെ തേജസ് നിൻ്റെ മുമ്പിൽ കടന്നു പോകും, എൻ്റെ കൈ കൊണ്ട് ഞാൻ നിന്നെ മറയ്ക്കും, എൻ്റെ തേജസ് നീ കാണും. ദൈവം ആ മനുഷ്യനെ ആദരിച്ചു. എപ്പോഴും ഓർക്കണം, ദൈവത്തോട് ചേർന്നിരിക്കാനും ദൈവത്തോടുള്ള ആ ഭക്തിയിൽ ജീവിക്കാനും ആഗ്രഹിക്കുമ്പോൾ ഗോഡ് വിൽ ഓൾവേസ് ഓണർ. ആ മനുഷ്യനെ ദൈവം ആദരിച്ചു. 2ാമത് നോക്കിക്കാട്ടെ. 3ാമത്തെ അധ്യായത്തിൻ്റെ ആവർത്തന പുസ്തകം 3:24 മോശ ഒരു പ്രാർത്ഥന കഴിക്കുന്നുണ്ട്. ദൈവമേ, ഈ ജനത്തെ ഇത്രത്തോളം കൊണ്ടുവന്നു, അവർ കനാനിൽ കടക്കുമ്പോൾ എനിക്കും കൂടെ അങ്ങോട്ട് കടക്കാൻ നീ ഒരു അനുവാദം തരണം. ദൈവം പറഞ്ഞു, സാധ്യമല്ല. അതിൻ്റെയൊക്കെ പശ്ചാത്തലം നമുക്കറിയാം, സാധ്യമല്ല. അവസാനം പറയുന്ന ഒരു വാക്കുണ്ട് 3:24, മതി എന്നാണ് പറഞ്ഞിരിക്കുന്നത്. 3ാമത്തെ അധ്യായത്തിൽ ഇപ്രകാരം പറഞ്ഞിരിക്കുന്നു, മതി, ഇനി നീ ചോദിക്കരുതെന്ന് അതിൻ്റെ അർത്ഥം. നോ. കിങ് ജെയിംസ് വേർഷനിൽ എന്നെ വളരെ ആകർഷിച്ച ഒരു വാചകം അവിടെ ഉണ്ട്. നോ എന്ന് പറഞ്ഞിട്ട് ദൈവം അവിടെ പറഞ്ഞിട്ടുള്ളൊരു കാര്യമുണ്ട്, ലെറ്റ് ദിസ് സഫൈസ് ദീ. പഴയ ഇംഗ്ലീഷ് ഭാഷയാണ്. ഇത് നിന്നെ തൃപ്തനാക്കട്ടെന്ന്. നിനക്ക് അങ്ങോട്ട് പ്രവേശിക്കാൻ അനുവാദമില്ല എങ്കിലും ഞാനിപ്പോൾ നിനക്ക് തന്നിരിക്കുന്ന ഈ അവകാശത്തിൽ നീ തൃപ്തനാകട്ടെ. ഒരു വിധത്തിൽ പറഞ്ഞാൽ ദൈവം ആദരിക്കുക മാത്രമല്ല, മോശയെ ദൈവം തൃപ്തനാക്കി. 3ാമത്തേത് നമുക്കെല്ലാം അറിയാം, മോശയുടെ ത്വക്ക് ഏറെ പ്രകാശിച്ചു. മോശ പർവ്വതത്തിൽ നിന്നിറങ്ങി വരുമ്പോൾ ശ്രദ്ധേയനായിരുന്നു. ഗ്ലോറി ഓഫ് ഗോഡ്, ദൈവത്തിൻ്റെ മഹത്വം. ഇത് വലിയ ഹാലോ പോലെ ഉണ്ടാകുകയാണെന്ന് എനിക്ക് തോന്നുന്നില്ല. നമ്മുടെ ചുറ്റും മിന്നുന്ന ഒരു വലിയ ഹാലോ പോലെയാണ്. ഒരിക്കലൊരു മിഷണറി തിരിച്ച് തൻ്റെ സ്വദേശത്ത് ചെന്നപ്പോൾ അദ്ദേഹത്തിൻ്റെ പാരിഷിൽ പല ഭവനങ്ങളിൽ അദ്ദേഹം പോകുമ്പോൾ ഒരു വീട്ടിൽ ചെന്ന് അവിടുത്തെ ആ വീട്ടിലെ പിതാവിനോടും മാതാവിനോടും സംസാരിച്ചു കൊണ്ടിരിക്കുക. ആ വീട്ടിലെ കുഞ്ഞ് അടുത്ത് വന്ന് നിന്ന് ഈ മിഷണറിയുടെ മുഖത്തേക്ക് നോക്കി നിന്നു. അദ്ദേഹം പോയി കഴിഞ്ഞപ്പോൾ ഡാഡി ചോദിച്ചു, മോനെ, നീ ആ വന്ന മിഷണറിയെ ഇത്ര ഉറ്റു നോക്കിക്കൊണ്ടിരുന്നതിൻ്റെ കാരണം എന്നാ? പിന്നെ അദ്ദേഹം ആ കുഞ്ഞ് പറഞ്ഞു, he had a glory face. I was looking at the glory face. ആ മഹത്വമുള്ള മുഖത്തേക്ക് നോക്കിക്കൊണ്ടിരിക്കുകയാണ്. ദൈവഭക്തിയിൽ ജീവിക്കുമ്പോൾ അതിൻ്റേതായ തേജസ്, വിശുദ്ധ ജീവിതത്തിന്, ദൈവകൃപയോടെയുള്ള ജീവിതത്തിന്, വേർപെട്ടുള്ള ജീവിതത്തിന് അതിൻ്റേതായ തേജസ്സുണ്ട്. നമുക്കെല്ലാം അറിയാവുന്ന ചരിത്രമാണ്. ഫിന്നി ഒരു വ്യവസായശാലയിൽ കൂടെ പോയപ്പോൾ അദ്ദേഹം പ്രവേശിച്ച് കഴിഞ്ഞപ്പോൾ അവിടെയുള്ള ബാല്യക്കാരികൾ, യൗവനക്കാരികൾ അദ്ദേഹത്തെ കളിയാക്കി. എങ്കിലും അദ്ദേഹം കടന്നുപോയി ഒരല്പം കഴിഞ്ഞപ്പോൾ അവിടെ വലിയ ഒരു ശാന്തതയും ദൈവത്തെ നോക്കിയൊരു നിലവിളിയും ഒക്കെ ഉണ്ടായി. അദ്ദേഹം ഒരു വാക്കുപോലും പറഞ്ഞിട്ടല്ല. അദ്ദേഹത്തിൻ്റെ ജീവിതം പ്രശോഭിതമായിരുന്നു. ഇന്ന് നാം ജീവിക്കുന്ന സാഹചര്യത്തിൽ മറ്റുള്ളവർക്ക് കാണത്തക്കവണ്ണം ദൈവികമായ തേജസ് നമ്മുടെ ജീവിതത്തിൽ കൂടെ വെളിപ്പെടണമെങ്കിൽ മോശയെപ്പോലെ ദൈവ സാന്നിധ്യത്തിലും ദൈവത്തിനോടുള്ള സഖിത്വത്തിലും ദൈവത്തിൻ്റെ ഇഷ്ടം ചെയ്തും പാപത്തോട് സന്ധിയില്ലാത്ത യുദ്ധം ചെയ്തും വേർപെട്ടും വിശുദ്ധമായും ജീവിക്കാൻ നമുക്ക് കഴിയുന്നെങ്കിൽ ദേശത്തെ സ്വാധീനിക്കാൻ ദൈവം നമുക്ക് കൃപ തരും.
അത് ദൈവം നമ്മുടെ ജീവിതത്തിൽ നൽകിത്തരട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു. നഷ്ടപ്പെട്ടു പോയ ഈ ദൈവകൃപ നമ്മിലേക്ക് മടക്കിക്കൊണ്ടുവരുവാൻ ദൈവം നമ്മെ സഹായിക്കട്ടെ. ജോണി എറിക്സൺ ടാഡ, ആ സ്ത്രീയെക്കുറിച്ച് നിങ്ങൾ വായിച്ചിട്ടുണ്ടായിരിക്കും. കഴുത്തിന് കീഴോട്ട് സ്വാധീനമില്ലാത്തൊരു സ്ത്രീയാണ്. ആ സ്ത്രീക്ക് എന്തെങ്കിലും ചെയ്യണമെങ്കിൽ ആരെങ്കിലും സഹായിക്കണം. രാത്രിയിൽ ഉറങ്ങുമ്പോൾ ഒന്ന് തിരിഞ്ഞു കിടക്കണമെങ്കിൽ ആരെങ്കിലും സഹായിക്കണം. എല്ലാറ്റിനും സഹായം ആവശ്യമാണ്. എങ്കിലും വീൽ ചെയറിലിരിക്കും, കൈക്ക് സ്വാധീനമില്ലെങ്കിലും ചുണ്ടിൻ്റെ ഇടയിൽ പെൻസിൽ വെച്ചാൽ വരയ്ക്കും, പാടും, പ്രസംഗിക്കും. വളരെ ദൈവകൃപയുള്ളൊരു സ്ത്രീയാണ്, വളരെ ദൈവകൃപയുള്ളൊരു സ്ത്രീയാണ്. ഈ സ്ത്രീയെക്കുറിച്ച് ജോണി എന്ന് പറയുന്നൊരു പുസ്തകം ഞാൻ വായിക്കാനിടയായിട്ടുണ്ട്. വളരെ നാളുകൾക്ക് ശേഷം ഒരു കോൺഫറൻസിൽ ഞാൻ ഇരിക്കുന്ന സമയത്ത് 10,000-ഓളം സുവിശേഷകർ കൂടിയൊരു സ്ഥലമാണ്. അപ്പോൾ ആ കൂടിയിരിക്കുന്ന സ്ഥലത്ത് പ്രസംഗം നടക്കുന്നതിൻ്റെ ഇടയിൽ ഒരു വീൽ ചെയറിൻ്റെ ശബ്ദം ഞാൻ കേട്ട് തിരിഞ്ഞു നോക്കിയപ്പോൾ ഒരു സ്ത്രീയെ ഒരു പുരുഷൻ ഉന്തിക്കൊണ്ട് വരികയാണ്. ജോണി എറിക്സനെ ഒരു മനുഷ്യൻ വിവാഹം ചെയ്തു. അവരെ ശുശ്രൂഷിക്കാൻ വേണ്ടി മാത്രമാണ് വിവാഹം ചെയ്തത്. ടാഡ എന്നാണ് അദ്ദേഹത്തിൻ്റെ പേര്. അപ്പോൾ അദ്ദേഹം ഉന്തിക്കൊണ്ട് വരികയാണ്. അപ്പോൾ എനിക്ക് ഈ പുസ്തകം വായിച്ചിരുന്നത് കൊണ്ട് എനിക്കിതാരായിരുന്നെന്നറിയായിരുന്നു. അതുകൊണ്ട് പ്രസംഗം കേൾക്കുന്നത് ഞാൻ നിർത്തി. ഞാൻ ആ അയൽ സീറ്റിൽ, അതായത് അറ്റത്താണ് ഇരിക്കുന്നത്. അപ്പോൾ അതിൻ്റെ നടുഭാഗത്തൂടെ ഉരുട്ടിക്കൊണ്ട് വരുമ്പോൾ ഞാൻ ആ സ്ത്രീയുടെ മുഖത്തേക്ക് നോക്കി. ഞാനിപ്പോൾ പറയുന്നത് അതിശയോക്തിയല്ല, എൻ്റെ കണ്ണുകൊണ്ട് കണ്ടതാണ്. വളരെ മനോഹരമായി ദൈവ തേജസ് കൊണ്ട് നിറഞ്ഞ, ശരീരം രോഗത്താൽ നിറഞ്ഞിരിക്കുന്നെങ്കിലും മുഖത്ത് വലിയ ദൈവിക തേജസ്. എ പേഴ്സൺ ലിവിങ് ഇൻ ദ പ്രസൻസ് ഓഫ് ഗോഡ്. ശബ്ദിക്കാൻ കഴിയാത്ത നാളുകൾ വരുമായിരിക്കും, ആർക്കറിയാം. ശബ്ദിക്കാൻ ദൈവസഭയ്ക്ക് കഴിയാതെ വന്നാലും ദൈവത്തിൻ്റെ തേജസ് ദൈവസഭയിൽ കൂടെ പുറത്തേക്ക് വരുത്തുവാൻ ദൈവത്തിൻ്റെ കൃപ അനുഭവിക്കുന്നെങ്കിൽ സാധ്യമാണ്. അങ്ങനെ ഒരു ജീവിതമുണ്ട്. മാതാപിതാക്കളെ, അടുത്ത തലമുറയെ നമുക്ക് സ്വാധീനിക്കണമല്ലോ. ഇന്ന് നമുക്കെല്ലാം അറിയാം, നമ്മുടെ ശബ്ദകോലാഹലങ്ങൾ കൊണ്ടോ നമ്മുടെ വലിയ ശിക്ഷകൾ കൊണ്ടോ കുഞ്ഞുങ്ങളെ നമ്മുടെ ഈ വഴിയിലേക്ക് കൊണ്ടുവരാൻ സാധ്യമല്ല. വളരെ വെടിപ്പോടെ ജീവിക്കുന്ന, വിശുദ്ധിയോടെ ജീവിക്കുന്ന, ദൈവകൃപയോടെ ജീവിക്കുന്ന, ദൈവ സാന്നിധ്യത്തിൽ ജീവിക്കുന്ന, ദൈവശക്തിയിൽ ജീവിക്കുന്ന, മോശയെ പോലെ കർത്താവിനോട് ചേർന്നിരിക്കുന്ന അനുഭവത്തിൽ ജീവിക്കുന്ന മാതാപിതാക്കൾ നിശ്ചയമായും തലമുറയെ സ്വാധീനിക്കും. ഇന്ന് അവരുടെ ഉള്ളിൽ ഒരല്പം അകൽച്ച വന്നാലും ഒരു ദിവസം തിരിച്ചു വരും. ദൈവത്തിൻ്റെ ശക്തി അവരിൽ കൂടെ വെളിപ്പെടും. സ്വന്തം കാര്യം പറയുന്നതിൽ പ്രയാസമുണ്ടെങ്കിലും വർഷങ്ങൾക്ക് മുമ്പ്, കർത്താവിൻ്റെ വേലയ്ക്കൊക്കെ ഇറങ്ങുന്നതിന് മുമ്പ്, ഞങ്ങൾ പുറത്ത് ജോലി ചെയ്തുകൊണ്ടിരുന്ന കാലഘട്ടത്തിൽ എൻ്റെ ഫാദർ മരിച്ച് ഒരാഴ്ചക്കാലം പപ്പായുടെ കൂടെ ഞാൻ ഉണ്ടായിരുന്നു. മരിച്ചു കഴിഞ്ഞ്, അടക്കം കഴിഞ്ഞ് ഞങ്ങൾ തിരിച്ച് ഞങ്ങളുടെ ജോലി സ്ഥലത്ത് പോയി. അന്ന് മുതൽ കർത്താവിൻ്റെ ശുശ്രൂഷ ചെയ്യണമെന്ന് എനിക്ക് ഒരു ആന്തരിക വിളിയുണ്ട്. എങ്കിലും ജോലി വിടുവാൻ എനിക്ക് അത്ര മനസ്സില്ല. അങ്ങനെ ഇരിക്കുന്നൊരു കാലഘട്ടം. രാത്രി കാലങ്ങളിൽ ഇരുന്ന് പല കാര്യങ്ങൾ സംസാരിക്കും. ഞാനും എൻ്റെ വൈഫും കൂടെ സംസാരിച്ച് വരുന്ന കൂട്ടത്തിൽ പപ്പായുടെ കാര്യങ്ങൾ പറഞ്ഞു വന്നു. ഒരുപാട് കാര്യങ്ങൾ ഞങ്ങളുടെ പപ്പായെക്കുറിച്ച് പറഞ്ഞു. അവസാനമായി എൻ്റെ ഭാര്യ എന്നോടൊരു വാചകം പറഞ്ഞു, എങ്കിലും നമ്മുടെ പപ്പ ഒരു വിശുദ്ധനായിരുന്നു. എൻ്റെ പെങ്ങളല്ല, അന്യ വീട്ടിൽ നിന്ന് വന്ന എൻ്റെ ഭാര്യയാണ്. ഞങ്ങൾ മാതാപിതാക്കളുമായി വളരെ നാളുകൾ ഒരുമിച്ച് ജീവിച്ചതാണ് ഇന്ത്യയിൽ ജോലി ചെയ്യുമ്പോൾ. എൻ്റെ ഭാര്യ എൻ്റെ ഫാദറിനെ സസൂക്ഷ്മം വീക്ഷിച്ചു. അവസാനമായി പറയാനുള്ളത് ഇതേ ഉള്ളായിരുന്നു, പപ്പ വാസ് എ വെരി ഹോളി മാൻ. ഞാൻ ആ നിമിഷം പ്രാർത്ഥിച്ചു ദൈവത്തോട്, ദൈവമേ, നീ എനിക്ക് ആയുസ് തരുന്നെങ്കിൽ എൻ്റെ തലമുറ ഇതാവർത്തിച്ച് പറയാനിടയാക്കണം. ദൈവം മോശയെ വിളിച്ചതുപോലെ ഇന്നും ദൈവം വിളിക്കുന്നു. ദൈവത്തിൻ്റെ ഈ ഇൻവിറ്റേഷൻ കാർഡ് അടിച്ചു തീർന്നെന്ന് ഞാൻ ചിന്തിക്കുന്നില്ല. ഗോഡ് സ്റ്റിൽ ഹാസ് ദിസ് ഇൻവിറ്റേഷൻ കാർഡ് അവൈലബിൾ. എൻ്റെ അടുക്കൽ ഒരു സ്ഥലമുണ്ട്, നീ അവിടെ ഇരിക്കണം. ഇറങ്ങിപ്പോകുമ്പോൾ തേജസ്സോടുകൂടെ ഇറങ്ങിപ്പോകാൻ
ദൈവം നമ്മെ സഹായിക്കും. ഈ കൺവെൻഷനിൽ ദൈവത്തോട് ഒരു പടിയൂടെ അടുക്കുവാൻ ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് തൻ്റെ കൃപയാൽ സഹായിക്കുമാറാകട്ടെ.